അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. BKF-ൻ്റെ മറ്റൊരു വേദിയിൽ ഇടം നൽകിയതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാനൊരു പാകപ്പെട്ട ഗവേഷകനൊന്നുമല്ല, ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ മൂപ്പ് തികഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും എനിക്ക് ഈ ഒരു വേദിയിൽ ഇടം നൽകിയതിന് എൻ്റെ അതിയായ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. BKF 4th എഡിഷനിൽ കേരളത്തിലെ മുസ്ലിം മത്സ്യബന്ധന സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു അവതരണം ആണ് ഞാൻ നിർവഹിച്ചിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയോടുകൂടി തന്നെയാണ് എൻ്റെ ഈ ഒരു പഠനം ആരംഭിച്ചതെന്ന് തന്നെ പറയാം. ലക്ഷദ്വീപ് കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ പലരെയും പോലെ എന്നെയും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇടമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ലക്ഷദ്വീപിൽ നിന്ന് പരിചയക്കാരുണ്ടാവാം, സുഹൃത്തുക്കളുണ്ടാവാം, ഇവിടെ പഠിക്കാൻ വന്നവരായിട്ടും ഇവിടെ ജോലി ചെയ്യുന്നവരായിട്ടൊക്കെ നിങ്ങൾ കണ്ടുമുട്ടിയ പലരും ഉണ്ടാവാം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കേട്ടറിവിന് പുറത്തുള്ള ഒരു ഫെമിലിയാരിറ്റിയെ ദ്വീപുകളെ കുറിച്ച് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പൊതുവേ നമ്മൾ കേരളീയർക്ക് ലക്ഷദ്വീപ് നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് കസിൻ ആയതുകൊണ്ട് തന്നെ ദ്വീപുകളെക്കുറിച്ച് അത്യാവശ്യം ധാരണയുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. എനിക്കും ഉണ്ടായിരുന്നു അവിടെ പോകുന്നത് വരെ. പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊക്കെ ഒരുപാട് മാറി ഈ ഒരു കഴിഞ്ഞൊരു വർഷത്തിനിടക്ക് ഞാൻ നടത്തിയ 2 ഫീൽഡ് വർക്കുകളിലൂടെ. ഞാൻ അങ്ങനെ അധിക സമയമൊന്നും ദ്വീപുകളിൽ ചിലവഴിച്ചിട്ടില്ല. ഒരു 10 ആഴ്ചയിലേറെ ഒന്നും എൻ്റെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ ദ്വീപുകളിൽ തങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അങ്ങനെ ഒരു ആധികാരികമായിട്ടുള്ളൊരു പഠനമൊന്നുമല്ല ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങളിന്ന് രാവിലെ ഇവിടെ ജസരി ദേശത്തിൻ്റെ ഇസ്ലാം അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ നമ്മുടെ സയ്യിദ് ഹാഷിം നൂറാനി ഉസ്താദിൻ്റെയും ടോക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ലക്ഷദ്വീപുകളിൽ തന്നെ ഒരു ഇസ്ലാം അനുഭവങ്ങളെ കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാൻ ദ്വീപിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അക്കാഡമിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. ഞാൻ ആഫ്റ്റർ ഓൾ ഒരു കേരളക്കാരനാണ്, മലപ്പുറത്തുകാരനാണ്. അപ്പോൾ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലങ്ങൾ ദ്വീപുകളുമായിട്ട് സഹവസിക്കുകയും എൻ്റെ പരമാവധി അവിടുത്തെ ഒരു മത്സ്യബന്ധന സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാനങ്ങൾ, സംസ്കാര പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ, ഇടപഴക്കങ്ങൾ, ഇതൊക്കെ നിരീക്ഷിക്കുകയും അതിലൊരു ആന്ത്രപ്പോളജിക്കൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാൻ ഉള്ള ഒരു വിനീതമായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം, കുറവുകളുണ്ടാവാം. അതിൽ ദ്വീപുകാരെന്നെ പ്രത്യേകിച്ച് തിരുത്തി തരുമെന്ന് തന്നെ വിചാരിക്കുന്നത്. മറ്റൊരു മുഖവരായിട്ട് പറയാനുള്ളത്, എൻ്റെ ഒരു ഗവേഷണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഇംഗ്ലീഷിലാണ് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില സാങ്കേതിക പദങ്ങളൊക്കെ മലയാളത്തിൽ പറയുന്നതിനൊരു പരിധി ഉണ്ടാവും. അതിനും ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള വിഷയം ലക്ഷദ്വീപിലെ മീനും മനുഷ്യരും എന്ന വിഷയമാണല്ലോ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ ഒരു മുൻകൂർ ജാമ്യം കൂടി എടുക്കാം. ഞാനൊരു മീനും മനുഷ്യരും എന്നുള്ള വിഷയം ആയതുകൊണ്ട് തന്നെ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഞാനൊരു മറൈൻ ബയോളജിസ്റ്റോ ഒരു ഫിഷറീസ് എക്സ്പേർട്ടോ ഒന്നുമല്ല. ഹാത്തിമ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഒരു ആന്ത്രപ്പോളജി സ്റ്റുഡൻ്റാണ്. ഒരു സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിക്കൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി നമ്മൾ മത്സ്യബന്ധന സമൂഹങ്ങളെക്കുറിച്ചുള്ള എത്നോഗ്രഫിക്കൽ വർക്കുകൾ ആന്ത്രപ്പോളജിക്കൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും കൂടിയാണ് ഞാൻ ഈ ഒരു മുസ്ലിം മത്സ്യബന്ധന സമൂഹത്തിൻ്റെ ഒരു കടലായിട്ടുള്ള വിനിമയങ്ങളും ബന്ധങ്ങളും ഒക്കെ പഠിക്കണം എന്ന ആഗ്രഹത്തോടെ ലക്ഷദ്വീപിലേക്ക് ചെന്നെത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദ്വീപുകളെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ വിശാലമായിട്ടുള്ള ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായിട്ടുള്ള സങ്കല്പങ്ങളിൽ പോലും അതിൻ്റെ ആവിഷ്കാരങ്ങൾ, മാപ്പുകളാവട്ടെ, ഇൻഫോഗ്രാഫിക്സ് ആവട്ടെ, അതിൻ്റെ ഡാറ്റാ പോളിസികളാവട്ടെ, അവിടേക്ക് ലക്ഷദ്വീപിന് പലപ്പോഴും ഒരിടം കാണാറില്ല. പലപ്പോഴും അത്രയ്ക്കും ന്യൂനമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായതുകൊണ്ടായിരിക്കും ചില മാപ്പുകളിലൊന്നും ലക്ഷദ്വീപ് കാണാറേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വിസ്മൃതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കരുതി കൂട്ടിയിട്ടുള്ള രീതിയിലായിരിക്കില്ല പല പോളിസി ഡിസ്കഷൻസിലും പല ചർച്ചകളിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കടന്നു വരുന്നത് പോലെ ലക്ഷദ്വീപുകൾ വരാറില്ലായിരുന്നു. അതിനൊരു ഭംഗം സംഭവിക്കുന്നത് ഒന്ന്, ഇപ്പോൾ നമുക്കൊക്കെ കൂടുതൽ ലക്ഷദ്വീപിൻ്റെ
ഭരണവ്യവസ്ഥയെക്കുറിച്ചൊക്കെ ധാരണ കിട്ടുന്നത് 2021-22 നടക്കുന്ന സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനാണ്. നമ്മൾ കേരളീയ അടക്കമുള്ളവർ പലരും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ദ്വീപിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്നും അവിടെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ഭരിക്കുന്നതെന്നും അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഭരണ ക്രയവിക്രയങ്ങൾ വലിയ റോളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞ മാതിരിയുള്ള നമുക്കറിയാമെന്ന് ധരിക്കുന്ന ചില അജ്ഞതകൾ വെളിവായൊരു സാഹചര്യം കൂടിയായിരുന്നു അതെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിത് വീണ്ടും വീണ്ടും ഊന്നി പറയാനുള്ള കാരണം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. അപ്പോൾ ലക്ഷദ്വീപിലൊരു വ്ളോഗർ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമൻറ്റിൽ ചോദിക്കുക, അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കാം. അവർ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവരും നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തെറ്റിദ്ധാരണ ചിലപ്പോൾ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ലക്ഷദ്വീപ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അത് കുറേ വർഷങ്ങളായിട്ട് കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മുഖ്യധാരയിൽ പ്രധാനമായിട്ടൊരു ചർച്ച ലക്ഷദ്വീപ് വരുന്നത് ഈ 2021-22 ഈ ഒരു സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് ശേഷമാണ്. അത് ഇന്ത്യൻ ഈ പറഞ്ഞ വിശാല ദേശീയ പൊതുബോധത്തിനെ സ്പർശിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി 2024 ജാനുവരിയിൽ അവിടെ സന്ദർശിക്കുകയും അത് മാലിദ്വീപിന് പകരമുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പുഷ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ മുഖ്യധാര ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ലക്ഷദ്വീപ് ഒരു ചർച്ചാ വിഷയമാവുന്നത്. അപ്പോഴും അവരെ എന്താ പറയുക, അസ്വസ്ഥമാക്കിയ ഒരു യാഥാർത്ഥ്യം അവിടുത്തെ ഡെമോഗ്രാഫിക്സ് ആണ്. എങ്ങനെയാണ് ദ്വീപുകളിൽ ഇത്രയും അധികം മുസ്ലിങ്ങൾ വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ IT സെല്ലുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ലക്ഷദ്വീപിന് അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് എക്കോളജി ഉണ്ട്, ഒരു യുണീക്ക് കൾച്ചർ ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ ഈ കേരളത്തിൻ്റെ ഈ ഒരു ഇട്ടാവട്ടത്തിലെ മുഖ്യധാരയിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, എസെൻഷ്യലൈസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തിരുത്തി തന്നെ ലക്ഷദ്വീപിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മുഖവരയായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ 36 ദ്വീപുകളോളം, അല്ലെങ്കിൽ വളരെ ചെറിയ കോറൽ അറ്റോൾസ്, ഐലറ്റുകൾ എന്നൊക്കെ പറയാവുന്ന ചെറിയ ദ്വീപുകളാണ് ലക്ഷദ്വീപ സമൂഹം. അത് ഇന്ത്യയിൽ തന്നെയുള്ള ഏക കോറൽ ആർക്കിപ്പലേഖാണ്, അല്ലെങ്കിൽ പവിഴപ്പുറ്റ് ദ്വീപുകളാണ്. അപ്പോൾ നമ്മളതേപോലെയുള്ള മലയാളം ഔദ്യോഗിക ഭാഷയായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ദ്വീപുകാർ, പക്ഷെ അവർ അധിവസിക്കുന്ന, അവർ തലമുറകളായിട്ട് വസിക്കുന്ന ഭൂപ്രദേശം നമ്മുടെ കേരളത്തിൻ്റെ മെയിൻലാൻഡായിട്ട് വളരെ വ്യത്യസ്തമാണ്. അത് നമുക്ക് പലപ്പോഴും അറിയുണ്ടാവില്ല. അപ്പോൾ അവരുടെ ഒരു കടൽ ജീവിതം തന്നെ, അവരുടെ ദ്വീപുകളുടെ ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള ലഗൂണുകളാണ്, അവർ ബില്ലം എന്ന് വിളിക്കുന്ന ലഗൂണുകളാണ്. അത് അവർക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് സംരക്ഷിച്ചു പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ടർക്കോയിസ് വാട്ടർ, ഒരു ബ്ലൂ ഗ്രീൻ കളറിലൊക്കെ ഉള്ള ആ ഒരു പവിഴപ്പുറ്റുകൾ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ആ ലഗൂണുകൾ. അതിന് അപ്പുറത്തേക്ക് ഒരു പുറം കടലുണ്ട്. ഭയങ്കര മൺസൂൺ കാലത്തൊക്കെ, മഴക്കാലത്തൊക്കെ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു കടലുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ മീനുകളും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മളിവിടെ കഴിക്കുന്ന മത്തിയും അയിലയും ചെമ്മീനൊന്നും അല്ല അവിടെ ഉള്ളത്. കാരണം അവിടെ ലഗൂൺ, ഇപ്പം ഞാൻ പറഞ്ഞ മതി, അവരുടെ ഭൂപ്രകൃതി തന്നെ വ്യത്യാസമുണ്ട്, അവരുടെ കടൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുത്തെ മീൻപിടുത്ത രീതി തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നെ ലക്ഷദ്വീപിലേക്ക് ആദ്യമായിട്ട് ആകർഷിച്ചത് അവരുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിഷിംഗ് മെത്തേഡ്സ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ മീൻപിടുത്തം, മത്സ്യബന്ധനം, കടലോര മത്സ്യബന്ധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് കടലിലേക്ക് വലയിടാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ അവിടെ ആഴക്കടലിൽ വല പോലും ഇടാറില്ല. അവർ ചൂണ്ട പിടിച്ചിട്ടാണ് അവർ ചൂര പിടിക്കുന്നത്. അപ്പോൾ ചൂര പിടുത്തമാണ് ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മത്സ്യബന്ധന രീതി. ആ കിട്ടിയ ചൂര കൊണ്ട് അവർ മാസ്മീൻ, അല്ലെങ്കിൽ മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുഴുങ്ങിയ ഉണക്കിയ ഒരു ചൂരയുടെ പൊടി ഉണ്ടാക്കും. അത് അവരുടെ പല വിഭവങ്ങളിലും ഉപയോഗിക്കും. അത് ശ്രീലങ്ക പോലെയുള്ള നാടുകളിലേക്ക് അവർ കയറ്റുമതി ചെയ്യും. ഇതൊക്കെ നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ നമ്മളുടെ ഒരു എക്സ്റ്റെൻഡഡ് കൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ് അവരെന്നുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ രീതിയും അവരുടെ മീൻപിടുത്ത രീതിയൊക്കെ നമ്മളോട് തുല്യമായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിരിക്കാം. എനിക്കുണ്ടായിരുന്നു, ഇനി നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറിയത് അവിടെ വിസിറ്റ് ചെയ്യുകയും അവിടെ സ്റ്റഡി നടത്തുകയും അവിടെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെയാണ്. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ഇതേപോലെ ഉണ്ടാകുന്നത്, നമ്മൾ ലക്ഷദ്വീപുകൾ എന്ന് കേൾക്കുമ്പോൾ അത് തൊട്ടടുത്തുള്ള ചില ദ്വീപുകളായിരിക്കും എന്നൊക്കെ ഒരു ധാരണ പലപ്പോഴും ഉണ്ടാവും. പക്ഷെ ലക്ഷദ്വീപുകൾ പല ദ്വീപുകളും അത് തൊട്ടടുത്ത ദ്വീപിൽ നിന്ന് വളരെ ദൂരമാണ്. ചില ദ്വീപുകൾ 6 കിലോമീറ്റർ അപ്പുറത്തുള്ളെങ്കിൽ പോലും ചിലത് 53 കിലോമീറ്ററോ ചിലത് 200-300 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന അന്ത്രോത്ത് ദ്വീപ് നമ്മുടെ വൻകരയിൽ നിന്ന് കേരളത്തിൽ നിന്ന് 290ഓളം കിലോമീറ്റർ അപ്പുറത്താണ്.
ഈ പറഞ്ഞ കവരത്തി, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കവരത്തിയിൽ നിന്ന് അഗത്തിയിലേക്ക് 50-ലേറെ കിലോമീറ്റർ ഉണ്ട്. അതിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചെത്തലാത്ത് ദ്വീപിൽ 130ഓളം കിലോമീറ്റർ ഉണ്ട്. ഈ ചെത്തലാത്ത് നിന്ന് ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന മിനിക്കോയിലേക്ക് ഏകദേശം 200-ലേറെ, ചിലപ്പോൾ അതിലേറെ കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പോൾ ഈ ദൂരങ്ങൾ കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ ഇത്തരം കൊച്ചു തുരുത്തുകളിൽ താമസിക്കുകയാണല്ലോ. പിന്നെ ദ്വീപ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. ഇവിടെ 60,000-70,000 ആളുകളുണ്ടെങ്കിൽ പോലും ഓരോ ദ്വീപും ആവറേജ് ഒരു 3 to 4 കിലോമീറ്റർ വീതിയും 6 to 7 കിലോമീറ്റർ നീളമുള്ള വളരെ ചെറിയ തുരുത്തുകളാണ്. പക്ഷെ അവിടെ കാലങ്ങളായിട്ട് അവർ തിങ്ങി വസിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലങ്ങളായിട്ട് അവിടെ ഇപ്പോൾ ചരിത്രാതീത കാലം മുതലേ മനുഷ്യൻ്റെ സഹവാസത്തിന് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. 1500 BC എന്നൊക്കെ ഉള്ള പോട്ടറീസും അതുപോലെ മനുഷ്യ സഹവാസത്തിൻ്റെ തെളിവുകളൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെടുത്തുന്നുണ്ട്. മാത്രമല്ല അതിനുശേഷമുള്ള ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ നാവിഗേറ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ പെരിപ്ലസ് എറിത്രിയൻ സീ ഒക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഓഷ്യനിലെ മലബാർ തീരത്തു നിന്ന് അപ്പുറത്തുള്ള കുറേ ദ്വീപുകളിൽ അവിടെ ആമത്തോട് വിൽക്കുന്നതിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട് പെരിപ്ലസിൽ. അതുപോലെ പിന്നീട് ഇബ്നു ബത്തൂത്ത വരുമ്പോൾ അദ്ദേഹം മിനിക്കോയും മാലിദ്വീപൊക്കെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. കൊപ്ര വിൽക്കുന്ന ദ്വീപുകളെ പറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആമത്തോടിന് പ്രശസ്തിയുള്ള ദ്വീപുകളെ പറ്റി, ചൂരപിടുത്തത്തിന് പ്രശസ്തിയുള്ള ദ്വീപുകളെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നൂറ്റാണ്ടുകളോളം മനുഷ്യവാസവും സഹവാസവും ഉള്ള ദ്വീപുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്രയും പരിമിതമായിട്ടുള്ള, ഇത്രയും ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസ് ഉള്ള വെറും നാളികേരം മാത്രം വിളയുന്ന ഒരു ദ്വീപുകളിൽ ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ എങ്ങനെ അധിവസിക്കും? അപ്പോൾ അതിനുള്ള ഒറ്റ കാരണം എന്താണ്? അവർക്ക് അവരുടെ ചുറ്റുമുള്ള മറ്റ് സ്രോതസ്സുകളുണ്ടല്ലോ, മറ്റു വിഭവങ്ങളുണ്ടല്ലോ, കടലിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ, അതിലുണ്ടാവുന്ന ഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ ഒരു മറൈൻ ഡിപ്പെൻഡൻസ്, അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള കടലിലുള്ള വിഭവങ്ങളെ വളരെ ശ്രദ്ധയോടെ, വളരെ ജാഗരൂകതയോടെ ഭാവിയിലേക്ക് കരുതുന്ന രീതിയിൽ പോലും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്കാരം ദ്വീപുകളിൽ കാലങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്നെ ആദ്യം തന്നെ ആകർഷിച്ചിട്ടൊരു ഘടകം. കാരണം നമ്മൾ കേരളക്കാർ നിത്യവും കടൽ മീൻ കഴിക്കുന്നവരാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഫിഷ് കൺസംഷൻ ഉള്ളൊരു നാടാണ് ലക്ഷദ്വീപ്. കാരണം അവർ ഒരു ആഹാരത്തിൻ്റെ കൂടെ തന്നെ, ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ കറിയായിട്ടും പൊരിച്ചതായിട്ടൊക്കെ മീൻ കഴിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഏറ്റവും കാലങ്ങളായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അവിടെ അതിജീവിക്കണമെങ്കിൽ, അവിടെ നിന്ന് പോകണമെങ്കിൽ അവർക്ക് ഇത്രയും മെയിൻലാൻഡിൽ നിന്ന് സ്കാറ്റേർഡായി കിടക്കുന്ന ദ്വീപുകളാണല്ലോ. അവർക്ക് മെയിൻലാൻഡിൽ നിന്ന് അരി വരണം, അല്ലെങ്കിൽ നിത്യോപയോഗത്തിനുള്ള പല കാര്യങ്ങളും അവർക്ക് കരയിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പോലും അവർക്ക് അവരുടെ നിത്യോപയോഗ അതിജീവനത്തിന് ഏറ്റവും വേണ്ട ഒരു സാധനം എന്താണ്? കടലിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വിഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം എന്ന് പറയുന്നത് അവരുടെ എന്താണ്, തലമുറകളായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതൊരു അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാവാം, പക്ഷേ അത് പിന്നീട് എന്തായിട്ട് മാറി? അവരുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറി. ഞാൻ തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന താല്പര്യം ഇതാണ്, അവരിതൊരു തൊഴിലായിട്ടാണോ കാണുന്നത്? കാരണം ഫിഷിംഗ് എന്ന് പറയുമ്പോൾ അതിന് പല ഡൈനാമിക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വെസ്റ്റേൺ ഒരു ഹോബി ഫിഷർ, ചിലപ്പോൾ അദ്ദേഹം ലക്ഷദ്വീപിൽ വന്ന് ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ചിലപ്പോൾ ഒരു ക്യാച്ച് ആൻഡ് റിലീസ് ഫിഷിംഗ് നടത്തും. അവരതെന്തായിട്ട് കാണുക? ഒരു പ്ലഷറായിട്ടോ ഒരു ലീഷറായിട്ടൊക്കെ കാണുക. പക്ഷേ ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചോളം മീൻപിടുത്തം എന്ന് പറയുന്നത് അങ്ങനെ വളരെ എന്താ പറയുക, ഒരു ഹോബിയാണോ ഒരു പ്ലഷറാണോ എന്നല്ല, അവരുടെ നിത്യോപയോഗ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ കടലിനായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിനിമയ രീതി കൂടിയാണത്. അപ്പോൾ അത് ഒരു ചുമ്മാ ഒരു ഹോബി ടൈം, പാസ്റ്റ് ടൈം ഹാബിറ്റ് മാത്രമല്ല, അത് അവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരു നിത്യോപയോഗ ശീലം കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള പല മത്സ്യബന്ധന രീതികളുണ്ട്. പ്രധാനമായിട്ടും ഒരു വളരെ റിച്ചായിട്ടുള്ള, വളരെ സമ്പന്നമായിട്ടുള്ള, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിജ്ഞാന ശാഖ തന്നെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഞാനൊരു ആന്ത്രപ്പോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ മാരിടൈം ആന്ത്രപ്പോളജി പോലെയുള്ള ഉപശാഖകളിൽ ഈ ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന, ജീവിച്ചു പോകുന്ന തദ്ദേശീയ വിഭാഗങ്ങൾ, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിന് അവർക്ക് ഒരുപാട് ഇൻഡിജിനസ് നോളജ് സിസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ട്രഡീഷണൽ എക്കോളജിക്കൽ നോളജ് ഉണ്ടാവും. അവർ പരമ്പരാഗതമായിട്ട് കടലിനേറ്റ് വിനിമയം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് മറൈൻ ബയോളജിസ്റ്റിനേക്കാളും, ഏത് ഫിഷറീസ് എക്സ്പേർട്ടിനേക്കാളും അവരുടെ നാടിനെക്കുറിച്ച്, അവരുടെ പ്രകൃതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് വളരെ അതിഗാഠമായിട്ടുള്ള അറിവുകളുണ്ടാവും. ആ അറിവിൻ്റെ ഒരു എന്താ പറയുക, ഒരു എവല്യൂഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത്തരം കുറച്ച് കാര്യങ്ങളിലേക്ക് തൊട്ട് നീങ്ങിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവിടുത്തെ പരമ്പരാഗത മത്സ്യബന്ധന രീതി, അതിലേക്ക് നയിക്കുന്ന അവരുടെ വിജ്ഞാനപരമായിട്ടുള്ള അറിവുകൾ, അവരുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ ഈ പരിമിതമായിട്ടുള്ള
വിഭവങ്ങളെ അവരെങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ അന്വേഷണ വിഷയങ്ങൾ. അപ്പോൾ എന്നെ ആദ്യം തന്നെ നെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലക്ഷദ്വീപിലേക്ക് അടുക്കുമ്പോൾ എന്നെ സ്വീകരിച്ച ഒരു യാഥാർത്ഥ്യം, ലക്ഷദ്വീപുകാർ 3 നേരവും പ്രത്യേകിച്ച് അഗത്തിയിലൊക്കെ ചൂര കഴിക്കുന്നതായിട്ടാണ്. അത് ചൂര മീൻപിടുത്തം ഭയങ്കര സജീവമാണ്. അതും പോൾ ആൻഡ് ലൈൻ ട്യൂണ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫിഷിംഗ് രീതിയാണ് അവർക്കുള്ളത്. വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു ഫിഷിംഗ് മെത്തേഡാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി വൻകരയിൽ കേരളത്തിൽ നമ്മൾ വല പിടിച്ച് മീൻ പിടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ, അതിലൊരുപാട് ബൈ ക്യാച്ചസ് ഉണ്ടാവും. അതിൽ വേണ്ടാത്ത ഫിഷേഴ്സിന് വേണ്ടാത്ത ഒരുപാട് ചെറിയ മീൻ കുഞ്ഞുങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത മാർക്കറ്റിൽ വിലയില്ലാത്ത മീനുകൾ ഉണ്ടാവാം. അതിനൊക്കെ അവർ ട്രോൾ ചെയ്തെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ആ മീനൊക്കെ കടലിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ അത് ചത്തുപോവുകയാണ്. അപ്പോൾ വളരെ വലിയൊരു സമ്പത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്നാൽ ലക്ഷദ്വീപിൽ എന്താണ്, പുറം കടലിൽ അങ്ങനെ ഒരു വല പിടിച്ചുള്ള മീൻപിടുത്തമേ ഇല്ല. അവർ വളരെ ടാർഗറ്റഡ് ആയിട്ട് ചൂടയെ മാത്രം ലക്ഷ്യം പിടിച്ചിട്ടുള്ള ഒരു മീൻപിടുത്ത രീതിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ പോൾ ആൻഡ് ലൈൻ ട്യൂണ ഫിഷിംഗ് മെത്തേഡ്. അവർ ഒരു കുന്തത്തിൽ ഒരു ബാർബ്ലെസ് ഹുക്ക് വെച്ചിട്ട് അവർ ലഗൂണിൽ നിന്ന് പിടിച്ചിട്ടുള്ള ലൈവ് ബെയ്റ്റ്, ജീവനുള്ള ചാള എന്ന് അവർ പറയും, ചെറിയ ചെറിയ ജീവനുള്ള മത്സ്യങ്ങൾ അവർ ഇരയായിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ചൂരമീൻ എന്ന് പറയുന്നത് ഭയങ്കര കൂട്ടമായിട്ട് നീന്തുന്ന മൈഗ്രേറ്ററി സ്പീഷീസാണ്. നിങ്ങൾക്ക് അറിയിക്കാം, നമ്മളിവിടെ സൂത, കേദറ എന്നൊക്കെ പറയും. അതൊക്കെ ഓരോ ടൈപ്പ് ട്യൂണകളാണ്. അപ്പോൾ അവിടെ സ്കിപ്ചാക്ക് ട്യൂണ ഉണ്ട്, അതിനവർ മാസ് ട്യൂണ എന്ന് പറയും. യെല്ലോഫിൻ ട്യൂണ ഉണ്ട്, അതിനവർ ഷെബിയൻ ചൂര എന്ന് പറയും. അങ്ങനെ റാവുണ്ടി, എന്താ പറയുക, പല്ലൻ, അങ്ങനെ പല ടൈപ്പ് ചൂരകളുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പുറംകടലിൽ പോയിട്ട് ഈ പോൾ ആൻഡ് ലൈൻ മെത്തേഡ് വെച്ചിട്ടാണ് അവർ ചൂര പിടിക്കുന്നത്. അപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു മീൻപിടുത്തമാണ്. പെട്ടെന്ന് അവർ ചൂര പിടിക്കും. പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള വലിയ ചൂരകളെ അതിൻ്റെ കൂട്ടത്തിൽ നോക്കിയിട്ടാണ്, ഒരു ടാർഗറ്റഡ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഈ ഒരു ചൂര സമ്പത്തിനെ വല്ലാതെ ബാധിക്കുന്നില്ല. ഇപ്പോൾ മാലദ്വീപിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു ധാരണ, ഇവർ തലമുറകളായിട്ട് ഈ ചൂരപിടുത്തം ലക്ഷദ്വീപുകളിൽ വ്യാപകമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. കാരണം അവിടെ എവിടെ പോയാലും ചൂരയാണ്, ഏത് നേരവും ചൂരയാണ് കഴിക്കുന്നത്. നമ്മൾ കടപ്പുറത്ത് പോയാലൊക്കെ ചൂര ഫിഷേഴ്സ് വന്നു, അവർ ചൂര ഇറക്കുന്നു, ആളുകൾ വാങ്ങുന്നു. ഭയങ്കര ഒരു ചൂര ക്രേസ് ഉണ്ട്, പ്രത്യേകിച്ച് അഗത്തിയിലൊക്കെ. പക്ഷേ മറ്റു ചില ദ്വീപുകളിൽ അത്ര ഇല്ല. പക്ഷെ പിന്നീടാണ്, അല്ലെങ്കിൽ കുറച്ച് വൈകാതെ ഞാൻ തിരിച്ചറിഞ്ഞു, ലക്ഷദ്വീപിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മിനിക്കോയ് ദ്വീപ് ഉണ്ടല്ലോ, തെക്കേ അറ്റത്തുള്ള മിനിക്കോയ് ദ്വീപ്, അത് മറ്റ് ലക്ഷദ്വീപുകളെ ദ്വീപുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരവും ഒരു എന്താ പറയുക എത്നിക് കൾച്ചറൊക്കെ ഉള്ള ഒരു ദ്വീപാണ്. കാരണം അത് കുറച്ചും കൂടി മാലദ്വീപിനോട് അടുത്ത് കിടക്കുന്ന ദ്വീപാണ്. അവർ സംസാരിക്കുന്ന ഭാഷ മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷയാണ്. അത് നമ്മുടെ മാലദ്വീപിലെ ദേശീയ ഭാഷയുള്ള ദിവ്യഹിയുടെ ഒരു വകഭേദമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ മറ്റു ദ്വീപുകളിലൊക്കെ സംസാരിക്കുന്നത് ജസരി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷയാണ്. അത് മലയാളത്തിൻ്റെ ഒരു ഡയലക്റ്റായിട്ടൊക്കെ ചിലർ കണക്കാക്കുമ്പോൾ പോലും അതൊരു ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ മിനിക്കോയ്ക്കാരാണ് മറ്റ് ദ്വീപുകളിൽ ഒരു 65 വർഷം മുന്നെയൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ഒരു ചൂരപിടുത്ത രീതി വ്യാപകമാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ പറഞ്ഞ മറ്റ് ദ്വീപുകളിലും പല പരമ്പരാഗതമായിട്ടുള്ള മത്സ്യബന്ധന രീതികളുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അറിയാൻ. കാരണം പല ആ രീതികളും നശിച്ചുപോയി. നമ്മളവിടുത്തെ പല ഇക്കാക്കമാരോടും കാരണവന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ പഴയ കാലം അയവിറക്കുന്ന രീതിയിൽ അവർ പറയുമായിരുന്നു, ഞങ്ങൾ പണ്ട് ഓടികളിലൊക്കെ പോയി. ഓടി എന്ന് പറഞ്ഞാൽ അവർ ലക്ഷദ്വീപിൻ്റെ തന്നെ വളരെ സിഗ്നേച്ചറായിട്ടുള്ള ചില തുന്നിപ്പിടിപ്പിച്ച ബോട്ടുകളുണ്ടായിരുന്നു, സ്യൂൺ ബോട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വിസ്മൃതിയിലാണ്ടെന്ന് തന്നെ പറയാം. ലോതിക വരദരാജനെ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ചരിത്രകാരന്മാരും ആന്ത്രപ്പോളജിസ്റ്റുകളൊക്കെ അവരുടെ ഈ ഒരു പരമ്പരാഗത വിജ്ഞാനം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അവർ വലിയ ഓടങ്ങളും ഓടികളും ഒക്കെ ദ്വീപുകളിൽ ഇങ്ങനെ ഒരു പരമ്പരാഗത രീതിയിൽ ഒരു തരത്തിലുള്ള മെറ്റൽ ടൂൾസ് പോലും ഉപയോഗിക്കാതെ വെറും വുഡൻ ആണികളും കയറുകൊണ്ട് സ്യൂൺ ചെയ്തിട്ടുണ്ടാക്കിയിരുന്ന ഓടികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അവർ പോയിട്ട് അവർ ആഴക്കടലിൽ പല അകറ്റുവാൻ പോവുക, അതേപോലെ ഓവാട്ടാൻ പോവുക എന്നൊക്കെ പല രീതിയിൽ പേര് പറഞ്ഞിട്ടുള്ള പല മത്സ്യബന്ധന രീതികളുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വിശദമായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന ചില സാധനങ്ങൾ വെച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പൊയ്മീൻ ഉണ്ടാക്കും, ഒക്കെ അവർ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ പഴയ ഫോട്ടോകളൊക്കെ. അതായത് പറവമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈയിങ് ബേർഡ് ഉണ്ട്, ഫ്ലൈയിങ് ഫിഷ്. നമുക്കതിനെ പറ്റി ഒന്നും അറിയുന്നത് തന്നെ ഉണ്ടാവില്ല. അതായത് പറന്നിങ്ങനെ തുള്ളി പോകുന്ന മീനാണ്. അപ്പോൾ അതിൻ്റെ മാതൃകയിലുള്ള ഒരു പൊയ്മീൻ, ഒരു ടോയ് പോലെയുള്ളത് ഉണ്ടാക്കിയിട്ട് അവർ ഓവാട്ടും, ഈ ഐക്കൂറ പോലെയുള്ള മീനുകൾ അല്ലെങ്കിൽ സ്രാവിനൊക്കെ പറ്റിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഫ്ലൈയിങ് ഫിഷ് ആണെന്ന് കരുതിയിട്ട് എന്ത് വരും, ഈ മീനെ പിടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു പഴയ രീതി. അപ്പോൾ അതിനൊരു എമ്മാത്തി ഉണ്ടാവും, അതായത് ഒരു ചാട്ടക്കാരനുണ്ടാവും, അദ്ദേഹം ചാട്ടുളി പോയിട്ട് ചാടി പിടിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ വേറെ ഇപ്പോൾ നിങ്ങൾ കോട്ടാറ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മളിവിടെ മാൻഡാറ എന്നൊക്കെ പറയും. അതായത് എന്താ അതിന് മലയാളത്തിൽ പറയാം, ഞാൻ മറന്നുപോയി. അതായത് നമ്മൾ
മാൻഡാറെ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയ കോട്ടാറുകൾ എന്ന് പറയും. അപ്പോൾ ആ കോട്ടാറുകൾ ജയൻറ്റ് മാൻഡാറയൊക്കെ പിടിക്കാൻ വേണ്ടി അവർ ആഴക്കടലിൽ പോകുമായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര സാഹസമായിട്ടുള്ള ഒരു മീൻപിടുത്ത രീതിയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പിന്നെ ലഗൂണിനകത്ത് തന്നെ പലതരത്തിലുള്ള ഫലവിടലുകൾ, അതായത് ബലയിടൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓലബല ഇടുക, അതുപോലെ അടിവല ഇടുക, അല്ലെങ്കിൽ ചില മരം കൊണ്ടുള്ള പാട്ടിമരം, അവിടെ കിട്ടുന്ന ഒരു മരത്തിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ട്രാപ്പൊക്കെ വെച്ചിട്ടുള്ള മീൻപിടുത്ത രീതികളുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഈ ഒരു മീൻപിടുത്ത രീതികളുടെ ഒരു എന്താ പറയുക സാങ്കേതികത്വത്തിലേക്ക് വല്ലാതെ കടക്കുന്നില്ല. പക്ഷേ അതൊക്കെ പലതും മാറിപ്പോയി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു തുടങ്ങി, ഈ ഒരു സസ്റ്റൈനബിൾ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ചൂടുപിടുത്തത്തിലേക്ക് മാറി. അതാണ് കുറച്ചും കൂടി എക്കണോമിക്കലും കുറച്ചും കൂടി അവരുടെ പ്രകൃതിക്ക് നല്ലത് എന്നുള്ളൊരു തിരിച്ചറിവാണ്. പക്ഷേ മിനിക്കോയ് ദ്വീപിൽ നൂറ്റാണ്ടുകളോളം ഈ ഒരു മത്സ്യബന്ധന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ എന്താ പറയുക നമ്മുടെ കൊളോണിയൽ ഓഫീസേഴ്സൊക്കെ വരുമ്പോൾ റോബിൻസനെ പോലെയുള്ള, എലിസിനെ പോലെയുള്ള 1920കളിൽ വന്ന എലിസ് ആവട്ടെ, 800കളിൽ വന്നിട്ടുള്ള റോബിൻസൺ ആവട്ടെ, അദ്ദേഹമൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിനിക്കോയിലുള്ള ഈ ഒരു ചൂരപിടുത്ത രീതി. അത് മാലദ്വീപിൽ നിന്ന് വന്നതാണെന്നും പറയുന്നുണ്ട്, നേരെ തിരിച്ച് അവിടുന്ന് പോയതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചരിത്രത്തിലേക്കും കൂടുതൽ കടക്കുന്നില്ല. എൻ്റെ മെയിനായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ, ഇങ്ങനെ അവരുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന പല രീതിയിലുള്ള മീൻപിടുത്ത രീതികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രകൃതിയിലെ ഉള്ള മീനുകളെക്കുറിച്ച് നല്ല അറിവ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മീൻപിടുത്ത രീതികളാവട്ടെ, അതിനനുസരിച്ചുള്ള ഒരു പരമ്പരാഗത വിജ്ഞാനം അവർക്കുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു വിജ്ഞാനത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അവിടുത്തെ ഒരു ഇസ്ലാമിക സംസ്കാരമായിട്ട് ഈ വിജ്ഞാന ശാഖകൾക്കുള്ളൊരു ബന്ധമാണ്. അത് ചിലപ്പോൾ വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു ബന്ധമാവണമെന്നില്ല. പക്ഷേ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അവിടുത്തെ ജനങ്ങൾക്ക് പൊതുവേ നമ്മളെക്കാളൊക്കെ എന്തുകൊണ്ടും ഒരു ലൂണാർ സൈക്കിളിനെ പറ്റി, അല്ലെങ്കിൽ ഒരു ചന്ദ്രൻ്റെ നീക്കങ്ങളെ കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇപ്പോൾ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ഫിഷറോട്, നിങ്ങളോട് ഇപ്പോൾ ഒരാളോട് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇന്ന് ഹിജ്റ മാസം ഏതാ ദിവസം ഏതാ തീയതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഈ ഒരു ചന്ദ്രൻ്റെ എന്താ പറയുക, ഈ ഒരു റൊട്ടേഷനും ഈ ഭൂമിക്ക് ചുറ്റുള്ള ഈ റവല്യൂഷനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. കാരണം എന്താ, ഒന്ന് അത് നമ്മുടെ എന്താ പറയുക ഹിജ്റ കലണ്ടറിൽ തീയതി അറിയാനും ഇതിനൊക്കെ സഹായിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കെ തന്നെ, ഈ ഒരു ചന്ദ്രൻ്റെ എന്താ പറയുക, അത് ന്യൂ മൂൺ ആവണോ അല്ലെങ്കിൽ ഫുൾ മൂൺ ആവട്ടെ, അത് മത്സ്യബന്ധനത്തിനെയും സ്വാധീനിക്കുന്നൊരു കാര്യമാണ്. കാരണം ന്യൂ മൂണിലും ഫുൾ മൂണിലും അല്ലെങ്കിൽ ഈ ഒരു ചന്ദ്രൻ്റെ ഓരോ ഫേസുകളിലനുസരിച്ച് ഈ റീഫുകളിലെ വെള്ളത്തിൻ്റെ വരവിന് വ്യത്യാസം ഉണ്ടാവും. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനൊക്കെ നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ സാങ്കേതികതകൾ. ചന്ദ്രൻ എത്രത്തോളം അടുക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ ഗുരുത്വാകർഷണം കൊണ്ടാണല്ലോ തിരയനക്കങ്ങളിൽ ചലനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പല പരമ്പരാഗത മത്സ്യ അല്ലെങ്കിൽ ഐലൻഡ് കമ്മ്യൂണിറ്റീസിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കോമണാലിറ്റിയാണ് ഈ ഒരു ലൂണാർ കലണ്ടർ അല്ലെങ്കിൽ ലൂണാർ മൂവ്മെൻറ്റ്സിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള അറിവ്. അപ്പോൾ അതിന് പുറത്ത് അതിനൊരു ഇസ്ലാമിക വശം കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ദ്വീപുകാരുടെ ഒരു ഈ പറഞ്ഞ ഗോളശാസ്ത്രത്തിലുള്ളൊരു വിജ്ഞാനം, അവർ ബാങ്ക് സമയമൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചില പള്ളികളിലൊക്കെ പോയാൽ അടുത്ത 50 വർഷത്തിനുള്ള ബാങ്കിൻ്റെ സമയമൊക്കെ അവിടെ കുറിച്ച് വെച്ചത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അഗത്യുസ്താദിനെ പോലെയുള്ള വളരെ മഹാന്മാരായിട്ടുള്ള ആളുകൾ അവിടെ നിന്നുള്ളവരാണ്. ഗോളശാസ്ത്രത്തിലും നാവിഗേഷനിലൊക്കെ ഭയങ്കര അറിവുള്ളവർ. ഇപ്പോൾ മണിക്ഫാനെ പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. കാരണം അവർക്ക് പരമ്പരാഗതമായിട്ട് റഹ്മാനി പോലെയുള്ള ഒരു നാവിഗേഷണൽ ചാർട്ട് ഉണ്ട്. അത് പല എൽഡർലി ആയിട്ടുള്ള ഫിഷേഴ്സിന് അതിനെപ്പറ്റി അറിയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അതിൽ പോലും അവരോട് ചോദിച്ചാൽ ഈ റഹ്മാനിയുടെ തുടക്കം എവിടെയെന്ന് വെച്ചാൽ അവർ പറയുന്നത് അത് അലി റളിയല്ലാഹു അൻഹു വരുന്ന ഒരു വിജ്ഞാന പാരമ്പര്യമാണെന്നൊക്കെ അവർ പറയും. അല്ലെങ്കിൽ ഈ ഒരു അറബ് കച്ചവടക്കാർ പലപ്പോഴും എന്താ പറയുക ഇടത്താവളമായിട്ട് അല്ലെങ്കിൽ ഒരു ആങ്കറിങ് സ്പോട്ടായിട്ട് കരുതിയിരുന്നൊരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അപ്പോൾ ഇതിനൊരു എന്താ പറയുക ഒരു ഇസ്ലാമിക എപ്പിസ്റ്റമോളജിക്കൽ ലിങ്ക് ചില ദ്വീപുകാർ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്, പലരും പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു സമയങ്ങളെ കുറിച്ചുള്ള ഒരു അറിവാണ്. അതിപ്പോൾ ഇപ്പോൾ നിസ്കാര സമയമായി, ഫജ്റിന് സമയമായി, ളുഹറിന് സമയമായി, അസറിന് സമയമായി എന്നൊക്കെ അവർ സൂര്യനും നേലൊക്കെ നോക്കിയിട്ട് ചിലർ പറയുന്നത് കാണാൻ പറ്റും. അതൊക്കെ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നിയിരുന്നു. കാരണം ഞാനിവിടെ ഇത്രയും മുസ്ലിങ്ങൾ അധിവസിക്കുന്ന മലബാറിൽ നിന്ന് വരുമ്പോഴും ഇത്രയും എന്താ പറയുക ഈ ഒരു ചന്ദ്രനും സൂര്യനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാമാന്യ ധാരണ പോലെ അറിവ് പങ്കുവെക്കുന്നവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും വളരെ ഒരു ഇസ്ലാമിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു വിജ്ഞാന പാരമ്പര്യമായിട്ട് അവരത് അവതരിപ്പിക്കുന്നത് എന്നെ ഭയങ്കര ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാനും ഈ ഒരു വിഷയം ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ലക്ഷദ്വീപിലെ മീനും ദീനും മനുഷ്യരെന്നായിരുന്നു. അല്ലെങ്കിൽ ദ്വീപും മീനും മനുഷ്യരെന്നായിരുന്നു. കാരണം ദീന് അല്ലെങ്കിൽ വിശ്വാസം ഫിഷേഴ്സിനോടായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ദ്വീപുകാരായിക്കോട്ടെ, അവർക്ക് ഭയങ്കര ഒരു ആങ്കറിങ്, ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ്
എൻ്റെ പിന്നീടുണ്ടായിരുന്ന ഒരു ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായത് പൊതുവേ ഫിഷേഴ്സിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇടപഴക്കങ്ങളിൽ നിന്ന് മനസ്സിലായത്. അതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു ടൈറ്റിലിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിൻ്റെ എന്താ പറയുക സ്വാധീന ഘടകമായിട്ടുള്ള ആന്ത്രപ്പോളജിയിൽ അതിലൊരു ഉപശാഖയാണ് മാരിടൈം ആന്ത്രപ്പോളജി. അപ്പോൾ ഈ മാരിടൈം ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ കടലേറ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന നാവിഗേറ്റേഴ്സ്, ഫിഷർമാൻ, ഇവരൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഠനശാഖയാണ്. അപ്പോൾ അതിലൊക്കെ കുറേ കാലം ഉണ്ടായിരുന്ന ഒരു ഒബ്സഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു ഫങ്ഷണലിസ്റ്റ് വ്യൂവിലായിരുന്നു കണ്ടിരുന്നത്. അതായത് ഈ പറയുന്ന വിശ്വാസം, ആചാരം, ഇതൊക്കെ ഭയങ്കര ഒരു ഫങ്ഷണലിസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ആന്ത്രപ്പോളജിയുടെ ആദ്യ ആചാര്യനായിട്ടുള്ള മലിനോസ്കിയിൽ നിന്നൊക്കെ വരുന്ന അദ്ദേഹം ട്രോബിയാൻ ഐലൻഡ്സിലൊക്കെ നടത്തിയിട്ടുള്ള ഗവേഷണ പഠനത്തിൻ്റെ ഒക്കെ ഒരു സ്വാധീന ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അതായത് അദ്ദേഹം പഠിച്ചിട്ടുള്ള പോളിനേഷ്യയിലെയും മൈക്രോനേഷ്യയിലെയൊക്കെയുള്ള ആദ്യ ആന്ത്രപ്പോളജിസ്റ്റ് പഠിച്ചിട്ടുള്ള സമൂഹങ്ങൾ എന്താണ്, ഭയങ്കര അനിമിസ്റ്റിക് ആയിട്ടുള്ള പ്രകൃതി ആരാധകരായിട്ടുള്ള സമൂഹങ്ങളാണ്. അപ്പോൾ അവർ ആഴക്കടലിലെ റിസ്ക് എന്ന് ഉദ്ദേശിച്ചാൽ അവിടുത്തെ അനിശ്ചിതത്വങ്ങളായിട്ട് ഇടപഴകാൻ വേണ്ടി കുറേ ആചാരങ്ങൾ ചെയ്തിരുന്നു, കുറേ മാജിക്ക്, ഇവരെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് ബ്ലാക്ക് മാജിക് പോലത്തെ സാധനങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ ഈ വിശ്വാസത്തിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ മിനിമലായിട്ടുള്ള പറഞ്ഞു പോക്കുകളാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ആന്ത്രപ്പോളജിക്കൽ ഡിസിപ്ലിനിൽ കുറേ കാലം ഇങ്ങനെ ഒരു ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റിലായിരുന്നു കണ്ടിരുന്നത്. ഈ അടുത്താണ് അതിനൊക്കെ ചോദ്യം ചെയ്ത് ഇപ്പോൾ സ്റ്റെഫാൻ എംറിക്കിനെ പോലെയുള്ള മാരിടൈം ആന്ത്രപ്പോളജിസ്റ്റുകളൊക്കെ കടന്നു വരുന്നത്. നമ്മൾ ആ ഒരു വളരെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്ന് മാറി കാണണം എന്നുള്ളത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ദ്വീപുകളിൽ ഞാനും പോയപ്പോൾ എനിക്കത് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഇടപഴകിയിട്ടുള്ള ഫിഷേഴ്സ് അവർ ചൂട പിടിക്കാൻ പോകുന്നതിന് മുന്നേ സുബീക്ക് തന്നെ അവർ ബെയ്റ്റ് ഫിഷ് കളക്ട് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ചാളമീൻ പിടിക്കാൻ പോകും. അപ്പോൾ സുബീൻ്റെ സമയത്തായിരിക്കും അവർ ബോട്ടിൽ നിന്ന് തന്നെ സുബി നിസ്കരിക്കും, ഫജ്ർ നിസ്കരിക്കും, എന്നിട്ടാണ് അവർ മീൻ പിടിക്കാൻ പോവുക. ഇനിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ലൊഹർ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരിക. ചിലപ്പോൾ അസർ ബാങ്ക് തെറ്റുന്നതിന് മുന്നേ അവർക്ക് ചിലപ്പോൾ ദ്വീപിലെത്താൻ പറ്റും. എന്നാൽ പോലും അവരെന്ത് ചെയ്യും, ലൊഹർ ചിലപ്പോൾ അവല് വക്ത് കളയണ്ടെന്നുള്ള രീതിയിൽ അവർ ആ ചെറിയ തോണിയിൽ നിന്ന് തന്നെ അവർ നിസ്കരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ നിസ്കരിച്ചിട്ടൊക്കെ പോകുന്നത് ഇനിയിപ്പോൾ നിസ്കരിക്കാഞ്ഞാൽ മീൻ പിടിക്കുന്നതിൽ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ചിന്ത കൊണ്ടാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് അവർ പറഞ്ഞു, എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നമ്മളൊരു നിത്യോപയോഗ സംഗതിയല്ലേ, നമ്മളൊരു നിത്യനിർബന്ധ കാര്യമല്ലേ, ഫർളായിട്ടുള്ള കാര്യമല്ലേ, ഇത് നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അത് മീൻ കിട്ടുക ഇല്ല എന്നുള്ളതല്ല, നമ്മുടെ അന്നത്തെ ഒരു മൊറാലിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു ഇൻസൈറ്റ്സ് ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഈ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ വിനിമയങ്ങൾ, അങ്ങനെ അതിപ്പോൾ മലിനോസ്കി പറയുന്ന മാതിരിയുള്ള ഒരു റിസ്കിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റിച്വൽസ് മാത്രമല്ല, ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അവർ ബോട്ട് ഇറക്കാൻ നേരത്ത് ഇപ്പോൾ മൺസൂൺ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ബോട്ട് ഇറക്കുമ്പോൾ ഒരു കൂട്ടംവിളി പോലത്തെ ചടങ്ങുകളുണ്ട്. അതിലിതേപോലെ മൗലൂദും റാത്തീബുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കും, കടലിൽ ഇങ്ങനെ അപകടങ്ങളൊന്നും സംഭവിക്കരുത് എന്നുള്ളതായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നല്ലൊരു സൂഫി സംസ്കാരമൊക്കെ ഉള്ള നാടാണല്ലോ അവിടെ. അപ്പോൾ അവരെന്തെങ്കിലും ചരട് കെട്ടുകയോ അല്ലെങ്കിൽ റാത്തീബ് നിർവഹിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനെ വെറും ഒരു റിസ്ക്, ഞാൻ പറയുന്ന റിസ്ക് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു കടലിൻ്റെ ഒരു അനിശ്ചിതത്വത്തിൽ മാത്രം എന്താ പറയുക, ആ അനിശ്ചിതത്വത്തെ കടക്കാൻ വേണ്ടി കുറച്ച് റിച്വൽസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഒരു നിത്യജീവിത വ്യവസ്ഥയിലെ ഒരു എവറിഡേ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഫിഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം അവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരിയുള്ള ഇങ്ങനത്തെ അനുഷ്ഠാനങ്ങളിലൂടെ ആവാം, അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രോച്ചിൽ തന്നെ ആവാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹോബി ഫിഷറാണ്, ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു മത്സ്യബന്ധന സംഭവങ്ങളോടുള്ള ഒരു ആകർഷണീയത ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു ഉപജീവനത്തിന് മീൻ പിടിക്കുന്ന ഒരാളല്ല, ഞാനൊരു ഒക്കേഷണൽ ഫിഷറാണ്, ഒരു ഒക്കുപ്പേഷണൽ ഫിഷറല്ല. പക്ഷെ അപ്പോൾ പോലും എന്നെയും ചിലപ്പോൾ അലട്ടുന്നൊരു സംഗതിയാണ് ഈ ഒരു മെയിൻലാൻഡിൻ്റെ ഈ ഒരു വൻകരയുടെ ഒരു ബ്രാഹ്മണ്യ എന്താ പറയുക ആണെങ്കിൽ അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു അഹിംസാത്മക മൊറാലിറ്റി നമ്മളെ ഇടയ്ക്ക് ഭരിക്കാറുണ്ടല്ലോ. അപ്പോൾ അവരുടെ ചില രീതികൾ അല്ലെങ്കിൽ അവരുടെ ചില എത്തിക്കൽ സാധനങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ ഒന്ന് എന്താ പറയുക ഒന്ന് തോണ്ടിയേക്കാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഹിംസയാണോ, അല്ലെങ്കിൽ ഒരു കടുപ്പം കാട്ടലാണോ, ഒരു ക്രൂരതയാണോ മീൻ പിടിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു അപ്രോച്ചൊക്കെ ചിലപ്പോൾ എന്നെയും അലട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ വളരെ വ്യംഗ്യമായിട്ടും ചോദിക്കലില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് ഫിഷേഴ്സിനോടൊക്കെ നിങ്ങളിങ്ങനെ മീൻ പിടിക്കുന്നത് അതിൻ്റെ ഒരു സൈക്കോളജി എന്താ, അല്ലെങ്കിൽ അതിന് നിങ്ങളൊരു ഫിലോസഫി എന്താണ് നിങ്ങളെ ഇതാക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വളരെ ഖുറാനിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഖുറാനായത്ത് എന്നോട് ഒരു ഫിഷർമാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് ആ സൂക്തം ഓർക്കുന്നില്ല, പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് മീൻപിടുത്തം. അപ്പോൾ ഞാൻ ഓർക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇഹ്റാമിലാകുമ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്,
വേട്ടയാടുന്നത് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഖുർആൻ സൂക്തത്തിൽ എന്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മീൻ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇറാമിൽ പോലും മീൻ പിടുത്തം എന്ത് പറ്റി വിലക്കിയിട്ടില്ല. അപ്പോൾ വളരെ ബേസിക്കായിട്ട് അള്ളാഹു അനുവദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അവരുടെ ഫിലോസഫി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അതിനർത്ഥം അവരെല്ലാ മീനും പിടിക്കുക എന്നുള്ളതല്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോബി ഫിഷർ, ഒരു സായിപ്പ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹോബിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗിയർ ഉപയോഗിച്ച് അദ്ദേഹം മീൻ പിടിച്ചു, ആ ഒരു ആനന്ദം കിട്ടിയതിന് ശേഷം അദ്ദേഹം റിലീസ് ചെയ്യും. അതാണ് അവരുടെ ഒരു മെയിൻ പാഷനേറ്റ് ഫിഷിംഗ് രീതി. എന്താണെന്ന് വെച്ചാൽ ക്യാച്ച് ആൻഡ് റിലീസ് ഫിഷിംഗ് ആണ്. അത് ചിലപ്പോൾ ഒരു ദ്വീപുകാരൻ്റെ യുക്തിക്ക് യോജിക്കണമെന്നില്ല. എന്നോട് തന്നെ ഒരാൾ പങ്കുവെച്ചിട്ടുണ്ട്, അവരെന്താ ഈ ചെയ്യുന്നത്, അതല്ലേ ശരിക്കും കടുപ്പം കാട്ടുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ. അത് ശരിക്കും ക്രൂരതയല്ലേ? കാരണം ആ മീനിനെ അവരെന്ത് ചെയ്യാണ്, പിടിച്ചും ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അവരുടെ ആനന്ദം കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കുകയാണ്. നമുക്കിതൊരു ആനന്ദ പ്രക്രിയയല്ല. നമ്മൾ ആ ജീവിയോട്, ഇപ്പോൾ എന്നോട് കവരത്തിയിലൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അറവ് നടത്തുമ്പോൾ നമുക്ക് ആ ജീവിയോടുള്ള ഒരുപാട് കടമകളുണ്ട്. അതിന് വെള്ളം കൊടുക്കണമെന്നോ അതിന് ഭയങ്കര വേദന ഇല്ലാത്ത രീതിയിൽ കൊല്ലണമെന്നോ അതേപോലത്തെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് മീനിനോടുണ്ട്. അതുകൊണ്ട് കളിയുടെ രൂപത്തിൽ നമ്മൾ മീനിനെ നമ്മൾ സമീപിക്കരുത്. നമ്മൾ മീൻ പിടിക്കുക എന്നുള്ളത് എന്താ, നമുക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഹലാലായിട്ടുള്ള ഒരു ലൈവ്ലിഹുഡാണ്. മാത്രമല്ല എന്താണ്, നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ്, നമുക്ക് കഴിക്കാൻ കൂടിയാണ്. അപ്പോൾ കഴിക്കാനല്ലാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ ഡ്രൈവ് ചെയ്യുന്ന എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അപ്പോൾ എൻ്റെ ഒരു എത്തിക്കൽ ക്വസ്റ്റ്യനിൽ പോലും ഉണ്ടായിരുന്ന ഡിലേമയെ ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് ആ ഫിഷേഴ്സ് എനിക്കിത് എന്താ പറയുക എന്നെ എൻലൈറ്റൻ ചെയ്തത്. ഈ ഒരു മത്സ്യബന്ധനമായിട്ട് നിർവഹിക്കുമ്പോൾ അവർ കാണിക്കുന്ന ഒരു മാന്യത ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു പരമ്പരാഗത വിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബെയ്റ്റ് ഫിഷിൻ്റെ എണ്ണം കുറയുക, അവർക്ക് ചൂട് പിടിക്കണമെങ്കിൽ അവർ ഇരയായിട്ട് ഉപയോഗിക്കുന്ന മീനുകൾ ജീവനോടെ വേണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം കുറയുക എന്നുള്ളത് അവരെ കുറിച്ച് വളരെ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മിനിക്കോയിലൊക്കെ ഇപ്പോഴും ഈ ബെയ്റ്റ് ഫിഷുകളുടെ പ്രജനന കാലം എപ്പോഴാണ്, അവർ ഏത് സമയത്താണ് സ്പോൺ ചെയ്യുന്നത്, മുട്ടയിടുന്നത്, ആ സമയത്ത് ആ മീനിനെ പിടിക്കരുത് എന്നുള്ളത് അവിടുത്തെ ജമാഅത്ത്, അവരുടെ ഒരു പള്ളി വ്യവസ്ഥ വരും വിലക്കുന്ന കാര്യമാണ്. അങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അവിടെയുണ്ട് മിനിക്കോയിലൊക്കെ. അപ്പോൾ അവർ ഇതേപോലെ ചിലയിടത്ത് മീൻ വലയിടുന്നത് വിലക്കുന്നുണ്ട്, ചിലയിടത്ത് ഈ പറയുന്ന മീനുകളെ അവരുടെ പ്രജനന കാലത്ത് പിടിക്കുന്നത്, ഇപ്പോൾ ബോധി പോലത്തെ മീനുകളെ പിടിക്കുന്നത് അവർ വിലക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, അതിനൊരു ഭാവിയിലേക്കുള്ള ഒരു കരുതൽ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ലക്ഷദ്വീപ് നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കോറൽ പവിഴപ്പുറ്റ് സമൂഹങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ചർച്ചകളും ഈ സീ ലെവൽ റൈസിൻ്റെ കൺസേൺസ് ഒക്കെ ഉള്ളൊരു സമയത്ത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ലക്ഷദ്വീപുകളായിട്ട് ബന്ധപ്പെട്ടുള്ള പല പഠനങ്ങളിലും ഉണ്ടാവാം. അപ്പോൾ പല എക്സ്റ്റേണൽ സ്റ്റഡീസ് അവിടെ നടക്കുന്നുണ്ട്, ഫിഷറീസായിട്ട് ബന്ധപ്പെട്ട് കിട്ടും, അതുപോലെ ഈ മറൈൻ ബയോളജിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അവരും ഇതേപോലത്തെ സസ്റ്റൈനബിലിറ്റി ഡിസ്കോഴ്സുകൾ അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ മീനിൻ്റെ എണ്ണം കുറയുന്നത്, അല്ലെങ്കിൽ സീ ഗ്രാസിൻ്റെ എണ്ണം കുറയുന്നത്, ടർട്ടിൽസിൻ്റെ എണ്ണം കൂടുന്നത്, ഇത്തരത്തിലുള്ള കുറേ ചർച്ചകൾ, അതുപോലെ കോറൽ ബ്ലീച്ചിങ് സംഭവിക്കുന്നതിനെ പറ്റിയുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ ഫിഷേഴ്സ്, ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ദ്വീപ് സമൂഹം അവരെങ്ങനെയാണ് ഈ ചേഞ്ചുകളെ നോക്കിക്കാണുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള യുക്തികളുണ്ടാവും. കാരണം അവരെന്താണ്, തലമുറകളോളായിട്ട് അവിടെ വസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മീൻപിടുത്തക്കാരെന്ന് പറഞ്ഞാൽ അവരെപ്പോലെ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ കാണുന്നവരുണ്ടാവില്ല. അവർക്ക് അത്രയും കടലിനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവവികാസങ്ങൾ അവർ അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ബെയ്റ്റ് ഫിഷുകളെ പിടിക്കുന്നിടത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പ്രജനനകാലത്ത് ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവർ സ്വയം കൊണ്ടുവരുന്നുണ്ട്. അതിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ ഉപജീവന മാർഗം നശിക്കും എന്നുള്ള വേവലാതിയാവാം, ഭാവിയെക്കുറിച്ചുള്ളൊരു കരുതലാവാം. മാത്രമല്ല മതപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ കുറയുന്നതിനെ പറ്റിയുള്ള വേവലാതികൾ. ഇപ്പോൾ വെള്ളം, അവിടുത്തെ ശുദ്ധജല സ്രോതസ്സുകൾ കുറയുമ്പോൾ, ഇപ്പോൾ പള്ളിയടക്കം ഖത്തീബ് ഉസ്താദ് ഉണർത്തിയൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, ഒഴുകിപ്പോകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, വെള്ളം പാഴാക്കുന്ന രീതിയിൽ ഉളു കൊടുക്കരുത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള, നമുക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്, ഇസ്ലാം ക്രിസ്ത്യാനിറ്റി പോലെയുള്ള മതങ്ങൾ ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന അല്ലെങ്കിൽ എൻവയോൺമെൻ്റലായിട്ടുള്ള എത്തിക്സുകൾ പലപ്പോഴും പറയാത്തൊരു മതങ്ങളാണെന്നുള്ള ഒരു മുൻധാരണ ചില ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അനിമിസ്റ്റിക് റിലീജിയൻ, അവർ പ്രകൃതിയെ ആരാധിക്കുന്നു, അതുകൊണ്ട് തന്നെ പ്രകൃതിയായിട്ട് അവർ കുറച്ചും കൂടി അടുപ്പുണ്ട്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള അബ്രഹാമിക് ടെക്സ്ച്വൽ ആയിട്ടുള്ള റിലീജിയൻസ് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള വിശ്വാസ സംഹിതകളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ യൂട്ടിലിറ്റി കഴിഞ്ഞിട്ടേ പ്രകൃതിക്കുള്ള കൺസേൺ ഉള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, ഇസ്ലാമിലും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, പ്രകൃതിയായിട്ട് ഇടപഴകുമ്പോൾ ഉള്ള കൺസേൺസ് ഉണ്ട്. അത്
ഈ 97% തദ്ദേശീയർ മുസ്ലിങ്ങളായിട്ടുള്ള കാലാകാലങ്ങളായിട്ടൊരു മുസ്ലിം സംസ്കാരത്തിൽ ജീവിച്ചു വരുന്ന ലക്ഷദ്വീപ് സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള ചില എത്തിക്കൽ കൺസേൺസുകളുണ്ട്. അപ്പോൾ അവർ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കാരണവന്മാരൊക്കെ ഈ പടച്ചോൻ്റെ അടുത്തുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ വേസ്റ്റ് ആക്കുന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദ്വീപുകളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള പരമ്പരാഗത രീതി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വിഭവങ്ങൾ ഉണക്കി ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാസ്മീൻ ഉണ്ടാക്കുന്നതിനെ പറ്റി. അപ്പോൾ അതുപോലെയുള്ള, അപ്പോൾ അവർ പണ്ടും ഐക്കൂറ കിട്ടുമ്പോഴും സ്രാവ് കിട്ടുമ്പോഴും ഒക്കെ ചെയ്യുന്ന എന്താണ്, ഈ ഉണക്കി ഭാവിയിലേക്ക് കരുതാൻ വേണ്ടിയുള്ളൊരു രീതി. അതെന്താ വെച്ചാൽ അവരുടെ ഒരു ഈ റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള റിസോഴ്സുകളിൽ നിന്ന് അവർ ആർജിച്ചെടുത്തൊരു അറിവാണ് ഈ ഒരു ഭാവിയിലേക്ക് കരുതി വെക്കാനുള്ളൊരു സാധനമാണ്. അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നോംസിൽ എന്തുണ്ട്, വിശ്വാസപരമായിട്ടുള്ള ചില സാധനങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. എന്നോട് ചില ഫിഷേഴ്സ് പങ്കുവെച്ചിട്ടുള്ളത് അതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഉത്തരവാദിത്തം, പിന്നെ കടലിൻ്റെ അനിശ്ചിതത്വമായിട്ട് ബന്ധപ്പെട്ട് അവർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത്രക്കും കലുഷിതമായിട്ടുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു കടലാണ്. അവർ ചെറിയൊരു ഓടികളിൽ അല്ലെങ്കിൽ ഒരു വലിയോടത്തിലൊക്കെ ഈ ഒരു കടലിനെ വെട്ടി കീറിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവരെ എന്ത് തരത്തിലുള്ള ശക്തിയാണ് അവരെ നിയന്ത്രിക്കുന്നത്? അത് അള്ളാഹിലുള്ള ഒരു തവക്കലാണെന്നാണ് അവർ പറയാറുണ്ട്. ഇപ്പോൾ അവരുടെ പുതിയ ബോട്ടുകളുടെയൊക്കെ പേരൊക്കെ നോക്കുമ്പോൾ ഫുൾ ഇസ്ലാമികമാനുള്ള പേരുകളായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെയും മലബാറിലെയും മുസ്ലിം ഫിഷേഴ്സിൻ്റെ ബോട്ടുകളിലൊക്കെ നിങ്ങൾക്ക് ആ പേരുകൾ കാണാൻ പറ്റും. അപ്പോൾ അത് അവിടുത്തെ സൂഫി വര്യന്മാരുടെ പേരുകളാവാം, അല്ലെങ്കിൽ ഇതേപോലെ മാഷാ അള്ളാ, തവക്കൽത്തുള്ളത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു മാരിടൈം ആന്ത്രപ്പോളജിയിലൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു വരാമെന്നുള്ള നിരീക്ഷണങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാരിടൈം ആന്ത്രപ്പോളജിസ്റ്റ്, അദ്ദേഹം ഈ ഒരു യൂറോപ്പിലുള്ള ഒരു ട്രെൻഡിനെ പറ്റി പറയുന്നുണ്ട്. പണ്ട് ഫിഷേഴ്സിനൊക്കെ ആഴക്കടലിലെ ഭൂതങ്ങളെ പറ്റിയും മറ്റ് ശക്തികളെക്കുറിച്ചൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്തായി, ഈ മോട്ടോർ ബോട്ടുകളൊക്കെ വന്നതിന് ശേഷം, വെളിച്ചം ഒക്കെ വന്നതിന് ശേഷം ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു എന്നുള്ളൊരു നിരീക്ഷണം കാണുന്നുണ്ട്. എന്നാൽ ദ്വീപുകളിൽ നേരെ തിരിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ പണ്ടത്തെ ഓടങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു റിലീജിയസ് പേരുകളൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം അന്ന് അവർ റിലീജിയസ് ആണെന്നല്ല, അന്നും വളരെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഫിഷേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി അവിടെ വളരെ ശക്തമായിട്ടുള്ള റിഫായി, ഖാദിരിയ, ത്വരീഖത്ത് രീതികളുണ്ട്. അത്തരം റാത്തീബുകൾ നിർവഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ബോട്ട് ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ നിന്ന് കിട്ടുന്ന മീൻ, ഇപ്പോൾ നബിദിനത്തിനൊക്കെ അവിടെ കവരത്തിയിലൊക്കെ ചൂടൊക്കെ കിട്ടിയ ഫ്രീ ആയിട്ട് ഹദിയായിട്ട് അവർ വിതരണം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരൊരു മീൻ പിടിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പള്ളിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മഹാന്മാരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുക, അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കടലിൽ എന്തെങ്കിലും അപകടത്തിൽ പെട്ടാൽ ഏതെങ്കിലും ഒരു മഹാൻ്റെ പേരിൽ നേർച്ചയാക്കിയേ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അനുസ്മരണ ദിനത്തിൽ, ആണ്ട് ദിനങ്ങളിലേക്ക് ഈ പറഞ്ഞ ഈ ലഭിച്ചിട്ടുള്ള മത്സ്യവിഭവങ്ങൾ നേർച്ചയാക്കുന്ന രീതികളൊക്കെ ഇപ്പോഴും ദ്വീപുകളിൽ വളരെ നിത്യമായിട്ട് സംഭവിക്കുന്ന രീതികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു സാങ്കേതികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വിശ്വാസങ്ങളിലുള്ള ഒരു എന്താ പറയുക ആങ്കറിങ് കുറയും എന്നുള്ള നിരീക്ഷണങ്ങൾക്ക് ഭംഗം വരുത്തുന്നുള്ള പല കാഴ്ചകളും നമുക്ക് ദ്വീപുകളിൽ നിന്ന് കാണാൻ പറ്റും. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ സാധനങ്ങളിൽ തന്നെ അവർ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിയിണക്കുന്നതായിട്ടാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഒരു സൗന്ദര്യം കൂടിയാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത പോലെയുള്ള ടെക്നിക്കൽ ടേംസിനെയും അവരുടേതായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംജ്ഞകൾ ഉപയോഗിച്ച്, പ്രയോഗങ്ങൾ ഉപയോഗിച്ച്, ഈ പറഞ്ഞ ടെക്സ്റ്റലായിട്ടുള്ള ഹദീസും ആയത്തും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ കുറേ സൂഫി വര്യന്മാരുടെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിതിനൊക്കെ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു മുസ്ലിം മത്സ്യ തൊഴിലാളി സമൂഹം അല്ലെങ്കിൽ മത്സ്യബന്ധന സമൂഹം, ലക്ഷദ്വീപുകാരിൽ ഇപ്പം അങ്ങനെ ഒരു മത്സ്യബന്ധനം മാത്രം നടത്തുന്നവരുണ്ടാവാം, പക്ഷേ എല്ലാവരും ഒരു ദ്വീപ സമൂഹം ആയതുകൊണ്ട് തന്നെ മത്സ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എന്താ പറയുക, അത് ചിലപ്പോൾ അവരുടെ ഉപജീവനാവാം, അവരെ കൺസെപ്ഷൻ ആവാം, അങ്ങനെ ഭയങ്കര ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് അവർക്കുള്ളത്. അപ്പോൾ അതിൽ അവരുടെ വിശ്വാസം, അവരുടെ എക്കോളജിക്കൽ നോളേജിന് ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക കേന്ദ്രീകൃത സംഗതി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് പലപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള നമ്മളുടെ ഒരു ആന്ത്രപ്പോളജിക്കൽ ഡിസിപ്ലിനിലൊക്കെ പറഞ്ഞു വരുന്നതിന് വിപരീതമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് എൻ്റെ പഠനം ഞാൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അരമണിക്കൂറേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ദൂരീകരിക്കാവുന്നതാണ്.
ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ ആകെ ഒരു വർഷത്തെ നേരിട്ടുള്ള ദ്വീപുകളായിട്ടുള്ള ഒരു ഇടവഴക്കേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില എന്താ പറയുക ടങ് സ്ലിപ്സോ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ, എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെങ്കിൽ തിരുത്തണം, പൊറുക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ വീണ്ടും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രക്രിയയിൽ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതിനനുസരിച്ച് നമുക്ക് മറുപടി പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു കേരളമായിട്ട് കൂടുതൽ അടുത്തേക്കുന്നൊരു ദ്വീപാണ് ലക്ഷദ്വീപ്. അടുത്ത പല ആളുകളും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടും മറ്റ് ജോലികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരാറുണ്ട്. നമ്മുടെ കേരളത്തിലെ കോളേജുകളിലൊക്കെ ലക്ഷദ്വീപത്തെ കുട്ടികൾക്ക് റിസർവ് സീറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെ കരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വന്നുപോക്കിനാലും കേരളത്തിൻ്റെ കൾച്ചർ അങ്ങോട്ട് ഒരു ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ഓൾമോസ്റ്റ് കൾച്ചർ തന്നെയാണ് ലക്ഷദ്വീപിലുള്ളതെന്നാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഈ കൾച്ചറോ അല്ലെങ്കിൽ സംഗതികളോ ലക്ഷദ്വീപിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാനതാണ് തുടക്കത്തിലേ പറഞ്ഞത്. നമ്മൾ ഈ ഒരു നമുക്കുണ്ടാകുന്നൊരു ധാരണയാണ് നമ്മൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ അതേ സംസ്കാരമാണ് അവിടെ എന്നുള്ളത്. അതായത് മലബാറിനായിട്ട് വളരെ ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്ററിക്കൽ ആൻഡ് കൾച്ചറൽ ടൈസ് ലക്ഷദ്വീപിനുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലിമിറ്റിംഗ് ഉണ്ടല്ലോ, ഇതിങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വൈവിധ്യങ്ങളെ വ്യതിരക്തകളെ നമ്മൾ മറക്കാൻ ശ്രമിക്കുകയാണ്. ദ്വീപുകാർക്ക് കേരളക്കാരെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ച് നമ്മൾക്ക് അവരെ കുറിച്ച് അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദ്വീപുകാർ പഠനമായിട്ട് ബന്ധപ്പെട്ടും തൊഴിലായിട്ട് ബന്ധപ്പെട്ടൊക്കെ വൻകരയിൽ കേരളമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹവാസമുണ്ട്. പക്ഷേ സംസ്കാരത്തിൽ അല്ലെങ്കിൽ കൾച്ചറിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് അവരുടെ ഭാഷ തന്നെ, അവർ സംസാരിക്കുന്ന ജസരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷയാണ്. അത് മലയാളത്തിൻ്റെ ഒരു വകഭേദമായിട്ടൊരു ഡയലക്റ്റായിട്ട് ചിലപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ചിലർ പറയാറുണ്ടെങ്കിൽ പോലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ലെക്സിക്കൺ ഉണ്ട് എന്നാണ് ഞാനടക്കമുള്ള പല ഗവേഷകരും പറയാൻ ശ്രമിക്കാറ്. അല്ലെങ്കിൽ അവിടുത്തെ ദ്വീപുകാരനുണ്ട് നിങ്ങൾ സംസാരിച്ചാൽ ഇപ്പോൾ നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താവണം, അത് മനസ്സിലാവണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മലപ്പുറത്തുള്ള ഒരാൾ കാസർഗോഡുകാരൻ്റെ ഭാഷ കേട്ടാൽ മനസ്സിലാവുന്ന അത്ര തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാൾ പൂർണ്ണമായിട്ട് ജസരി പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അതിൽ തമിഴ് പദങ്ങളുണ്ട്, അവർ വെള്ളത്തിന് പറയുന്നത് തണ്ണി എന്നാണ്. അതിൽ കന്നഡ പദങ്ങളുണ്ട്, അതിൽ അറബി പദങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ചില അക്ഷരങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അവർ പാക്ക് വരാൻ ഒരുപാട് ഫായാണ് ഉപയോഗിക്കുക, ചില പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അവരുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് അവരിപ്പോഴും ഒരു മാട്രിലീനിയൽ അല്ലെങ്കിൽ ഒരു മാട്രൽ ലോക്കൽ കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ്. നമ്മൾ കണ്ണൂർ തലശ്ശേരിയൊക്കെ ഉള്ള മാതിരി, അല്ലെങ്കിൽ തെക്കൻ മലബാറിൽ നമുക്ക് അന്യമായിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഒരു മരുമക്കത്തായ എന്നൊക്കെ വിളിക്കാവുന്ന ആ ഒരു സംസ്കാരമാണ് അവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സാംസ്കാരികമായിട്ട് എനിക്കൊരു തെക്കൻ മലബാറുകാരൻ എന്നുള്ള രീതിയിലൊരു ഡിസ്റ്റിങ്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഭക്ഷണ രീതിയിൽ മാറ്റമുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള നല്ല റിച്ചായിട്ടുള്ള ഒരു കുലിനറി ട്രഡീഷൻ ഉണ്ട്. നമ്മൾ നിത്യം കഴിക്കുന്ന ദോശയും പുട്ടും ഒന്നുമല്ല, അതിന് പുറമെ തന്നെ അവർ തേങ്ങ കൊണ്ട് തന്നെ എത്രയധികം വിഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വളരെ പരിമിതമായിട്ട് നമുക്കും തെങ്ങുണ്ട്, നമ്മൾ വലിയ കൽപ്പവൃക്ഷം എന്നൊക്കെ പറയും, തെങ്ങിൻ്റെ 100 സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അവർ അതിൻ്റെ 1000 സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അവർ തെങ്ങായിട്ട് ബന്ധപ്പെട്ട് അവരൊരു ശർക്കര ഉണ്ടാക്കും, അതിൻ്റെ മീര കളക്ട് ചെയ്യും, നീര എന്ന് പറയുന്ന, അതുകൊണ്ട് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ മാസ് ഇപ്പോൾ അകത്തിയിലും കവരത്തിയിലൊക്കെ അവരുടെ പലഹാരങ്ങളിൽ പോലും ഈ ഒരു ഉണക്കച്ചൂരയുടെ പൊടിയാണ് ഉപയോഗിക്കുക. ഇതൊന്നും നമുക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു തൂത്തുക്കുടിയുള്ള തമിഴന് മാസ് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. കേരളത്തിൽ എത്ര പേർക്ക് മാസ് അറിയാം? പക്ഷെ അവർക്ക് മാസ് എന്ന് പറയുന്ന ഈ ഒരു ഉണക്കച്ചൂരയുടെ പൊടി അവരുടെ ഒരു നിത്യോപയോഗ ഭക്ഷണ രീതിയുടെ ഭാഗമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു മുസ്ലിം സംസ്കാരത്തിൽ എനിക്ക് വ്യതിരിക്തമായിട്ട് തോന്നിയത്, വ്യതിരിക്തം ഞാൻ പറയുന്നില്ല, നമ്മളെക്കാൾ കുറച്ചും കൂടിയും ഉറച്ച ഒരു എന്താ പറയുക തൽസമാത്തിൻ്റെയും തസവുഫിൻ്റെയൊക്കെ ഒരു സാംസ്കാരിക പൈതൃകം അവിടെ ഉണ്ട്. അവിടെ എപ്പോഴും നിങ്ങൾ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലെയൊക്കെ പോയാൽ, അവിടുത്തെ ഹുജറ പള്ളി പോയാലും അവിടുത്തെ മുഹീദ്ദീൻ പള്ളി പോയാലൊക്കെ നിങ്ങൾക്ക് റാത്തീബിൻ്റെ ഭാഗമായിട്ട് കൂടാൻ പറ്റും. നമ്മുടെ പള്ളിയിലൊക്കെ അന്യം നിന്ന് പോയൊരു സംഗതിയാണ് അവിടെ. അപ്പോൾ അവിടെ എല്ലാ ദ്വീപുകളിലും ഒരു ഹുജറ പള്ളി, മുഹീദ്ദീൻ പള്ളി, അവിടെ ഗുജറാത്തീബ് പോലെയുള്ള അനുഷ്ഠാനങ്ങൾ, അങ്ങനെ പല എന്താ പറയുക അനുഷ്ഠാന കലകൾ, പല പാട്ടുകൾ, വളരെ റിച്ചായിട്ടുള്ള കടലിനായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ, പാട്ടുകൾ ഒക്കെയുള്ള ഭയങ്കര സംസ്കൃതി സമ്പുഷ്ടമായിട്ടുള്ളൊരു നാടാണ് ലക്ഷദ്വീപ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സാംസ്കാരിക ഹെട്രോജിനിറ്റി ഉണ്ട്. നമ്മുടെ മലബാറിൻ്റെ ഭാഗമായിട്ട് അതിനെ ഹോമോജനൈസ് ചെയ്യരുതെന്നേ ഉള്ളൂ എനിക്ക് പറയാൻ.
ഈവൻ അവർക്ക് നമ്മളെക്കാൾ, ഇപ്പോൾ ഞാൻ അവരുടെ പ്രാദേശിക ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചതിലൊക്കെ അവർക്ക് ഈവൻ നമ്മളെക്കാൾ ഭയങ്കര ഒരു ഇസ്ലാമിക പൈതൃകം ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം കാലാകാലങ്ങളായിട്ട് ഇസ്ലാമിക സമൂഹം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അൺടച്ച്ഡ് ആയിട്ട് ഒരു മുസ്ലിം സംസ്കൃതമുള്ള ഒരു നാടാണത്. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ഒരു മലബാർ മെയിൻലാൻഡ് ലെൻസിൽ നിന്ന് നോക്കിക്കാണാതെ അവരുടെ ഒരു ലെൻസിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു വൈവിധ്യങ്ങളെക്കുറിച്ച്, അവരുടെ ഒരു ഡിസ്കോഴ്സുകളെ പറ്റിയുള്ള ജ്ഞാനങ്ങളിൽ അവർ സംസ്കൃതിയുടെ ഒരു പൈതൃകങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. സോറി നീണ്ടുപോയെങ്കിൽ. സാറേ ഇപ്പോൾ സാറെന്ന് വിളിക്കേണ്ട, നിങ്ങൾ പറഞ്ഞല്ലോ ദ്വീപുകളെ കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പം മലയാളികൾ കൂടുതൽ ബന്ധമുള്ള ഒരു ദ്വീപാണ് ലക്ഷദ്വീപ്. അതുപോലെയുള്ള ഒരു ദ്വീപാണല്ലോ അപ്പുറത്തുള്ള ഒരു ദ്വീപ് അന്തമാൻ നിക്കോബാർ. മലയാളികൾ പണ്ട് നാട് കടത്തപ്പെട്ട ഒരു സ്ഥലങ്ങളാണ്. ഇപ്പോഴും അവിടെ കൂടുതൽ മലയാളികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് പോലും ഒരു മാസം മുമ്പ് കേട്ടിരുന്നു, അവിടെ ഒരു ഐലൻഡ് പോയി ഒറ്റപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പുറമേ ലോകം കാണാത്തൊരു ദ്വീപുണ്ട് അന്തമാനിൽ. ആ ദ്വീപിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാമോ? അതുപോലെ ലക്ഷദ്വീപിലും അതുപോലത്തെ എന്തെങ്കിലും ഐലൻഡ് ഉണ്ടോ ഒറ്റപ്പെട്ട് പുറം ലോകം തീരെ കാണാത്ത, പുറം ലോകം തീരെ അറിയാത്ത നരഭോജികൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ഓക്കെ, സുഹൃത്ത് സൂചിപ്പിക്കുന്നത് ആൻഡമാൻ നിക്കോബറിൻ്റെ ഭാഗമായിട്ടുള്ള നോർത്ത് സെൻറ്റിനലീസ് ദ്വീപായിരിക്കും. അപ്പോൾ അവിടെ ഉള്ള നോർത്ത് സെൻറ്റിനലീസ് ഐലൻഡേഴ്സ് ഇതുവരെ നമ്മുടെ ഈ ഒരു മെയിൻലാൻഡുമായിട്ട് ഒരു കണക്ഷനും സൂക്ഷിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ ഒരു അബോറിജിനൽ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബറുകളിൽ അതേപോലത്തെ പല സമൂഹങ്ങളുണ്ട്. ജറാവകളുണ്ട്, നിക്കോബാരീസുകളുണ്ട്. പക്ഷെ അവരൊക്കെ ബ്രിട്ടീഷ് കാലം തൊട്ട് തന്നെ എന്തായിട്ടുണ്ട്, മെയിൻലാൻഡ് കൾച്ചറായിട്ട് ഇടപഴകിയിട്ടുണ്ട്. പക്ഷെ നോർത്ത് സെൻറ്റിനലീസ് വളരെ വിട്ടു നിൽക്കുകയും പിന്നെ അവർ മെയിൻലാൻഡായിട്ടുള്ള ഒരു കണക്ഷനും ടോളറേറ്റ് ചെയ്യാത്തവരാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുന്നേ ഒരു എന്താ പറയുക, ഒരാൾ ഈ മിഷനറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകാൻ വേണ്ടി ശ്രമിക്കുകയും അവരൊരു വിഷമുള്ള അമ്പ് ചെയ്ത് അയാളെ കൊല്ലുകയൊക്കെ ചെയ്തു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഈ അടുത്ത് പോലും അദ്ദേഹം പറഞ്ഞ മാതിരി അവിടെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ നരഭോജി എന്നൊന്നും വിളിക്കുന്നത് ശരിയല്ല. നമുക്കുള്ളൊരു അജ്ഞതയുടെ പുറത്തുനിന്ന് വിളിക്കുന്നവരാണ്. അവരെ ബാക്കിയുള്ളവരെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെ അടുക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അവർ നൂറ്റാണ്ടുകളോളം മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഒരു മെയിൻലാൻഡ് കണക്ഷൻ വന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കുറേ കാലമായിട്ട് ആളുകളോട് ഇടപഴകി നമുക്ക് പല സൂക്ഷ്മാണുക്കളിൽ നിന്നും പല രോഗങ്ങളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഇപ്പോൾ ആദ്യമായിട്ട് യൂറോപ്യൻസ് സെൻട്രൽ അമേരിക്കയിലേക്കും നോർത്ത് അമേരിക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഈ പ്ലേഗ് പോലത്തെ അല്ലെങ്കിൽ മറ്റ് സ്മോൾ പോക്സ് പോലെയുള്ള രോഗങ്ങളാണ് വ്യാപിച്ച് ആ മനുഷ്യരൊക്കെ മരിച്ചു പോകാനുണ്ടായത്. കാരണം അവർക്ക് അതിനൊരു ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ചില ദുരവസ്ഥകൾ സംഭവിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഒരു ബ്രോഡർ ആന്ത്രപ്പോളജിക്കൽ കമ്മ്യൂണിറ്റിയുടെയും ഒരു തീരുമാനം എന്താ, ഇത്തരത്തിലുള്ള അൺടച്ച്ഡ് കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ വിടുക എന്നുള്ളതാണ്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു ദ്വീപുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അബോറിജിനൽ കമ്മ്യൂണിറ്റീസ് അവിടെ ഇല്ല. ലക്ഷദ്വീപ് കമ്മ്യൂണിറ്റി ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസ് ആണ്. അവർ പട്ടിക വിഭാഗമായിട്ടാണ് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തത്. അത് ഈ പറഞ്ഞത് മാതിരി ആദിമ നിവാസികൾ എന്ന അർത്ഥത്തിലല്ല. അവർ കുറേ കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ ഉണ്ട്. നമ്മൾ മൈഗ്രേറ്ററി മാപ്പിളാസ് എന്നൊന്നും പറഞ്ഞ് ചുരുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം വെറും മലബാറിൽ നിന്ന് പോയ മാപ്പിളാർ മാത്രമല്ല അവിടെ ഉള്ളത്. അതിൽ ചിലപ്പോൾ കുറേ കാലങ്ങൾ മുന്നേ മാലിദ്വീപിൽ നിന്ന് വന്നവരുണ്ടാവാം. അവർക്ക് ഈവൻ പോളിനേഷ്യൻ കണക്ഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ പി മുത്തുക്കോയ പോലെയുള്ള അവിടുത്തെ ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ചിലപ്പോൾ എത്നിക്കൽ റൂട്ട്സ് അവർക്ക് ഉണ്ടാവാം. അവർ മലയാളം ഫോർമൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കരുതി അവർ മാപ്പിളമാരും മലയാളികളും മാത്രമാണ് നമ്മൾ കരുതരുത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, മലബാറിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ പല വർഷങ്ങളായിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർ വ്യത്യസ്തമായിട്ടുള്ളൊരു സംസ്കാരമുള്ളവരാണ്. പിന്നെ പറയാൻ വിട്ടുപോയത്, അവിടെ 32-36 ദ്വീപുകളിലുള്ളതിൽ 10 ദ്വീപുകളാണ് ജനവാസമായിട്ടുള്ള ദ്വീപുകൾ. അഗത്തി, അമിനി, അന്ത്രോത്ത്, കൽപ്പേനി, കിൽത്താൻ, ബത്ര, ചത്ലത്ത്, അങ്ങനെ ഒരു കടമത്ത്, ഇങ്ങനെ ഒരു 10 ദ്വീപുകളാണുള്ളത്. അതിന് പുറമെ പല ദ്വീപുകളുണ്ട്. അവിടെ സ്ഥിരമായിട്ടുള്ള ആൾതാമസം ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സുഹേലി പാർ, അവിടെ പക്ഷേ എന്തുണ്ട്, ഒരു മക്ബറയുണ്ട്. സുഹൈലിയിൽ ഒരു മക്ബറയുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയുടെ ഖബർ അവിടെ ഇങ്ങനെ കടലിൽ ഒഴുകി വന്ന് അടിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു മക്ബറ വന്നു എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് കവരത്തിൽ നിന്നൊക്കെ മീൻപിടുത്തക്കാർ സുഹൈലിയിൽ മീൻ പിടിക്കാൻ പോകും. അപ്പോൾ അവർ ആദ്യം ചെയ്ത് ഇവിടെ പോയിട്ടൊന്ന് ദുആ ചെയ്തിട്ട് ആണ് അവർ മീൻപിടുത്തത്തിന് ഇറങ്ങുക. അപ്പോൾ അതേപോലെ സുഹൈലി പാർ ഉണ്ട്, വിത്രൻ്റെ അടുത്തുള്ള പോലെ ദ്വീപുകളുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട ദ്വീപുകളിലൊക്കെ ചില മക്ബറകളും ചില പള്ളികളൊക്കെ ഉണ്ട്. ഇവിടെ ജനസമ്പർക്കമുണ്ട്, ജനവാസം ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ലക്ഷദ്വീപുകളിലെ ഈ 36 ദ്വീപുകളിലും ആളുകൾക്ക് പോയി വരാം, ദ്വീപുകാർക്ക് പോയി വരാം, ഗവൺമെൻറ് അതോറിറ്റീസിന് പോയി വരാം. നമ്മൾ മെയിൻലാൻഡേഴ്സിന് പോകുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഒരു അബോറിജിനൽ കമ്മ്യൂണിറ്റീസ് ലക്ഷദ്വീപിലില്ല. ലക്ഷദ്വീപിലെ എല്ലാ തദ്ദേശീയരും ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ.
ഈ ലക്ഷദ്വീപിലെ ദ്വീപുകളൊക്കെ കുറഞ്ഞ ഏരിയ മാത്രമുള്ള സ്ഥലങ്ങളാണല്ലോ. ഇവിടെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇവിടെ ജില്ലകളിൽ തന്നെ സംസ്കാരങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു മാറ്റം അവരുടെ പല ദ്വീപുകളിൽ തമ്മിൽ ആ മാറ്റങ്ങൾ വരുന്നുണ്ടോ? അതുപോലെ ഈ ജസരി ലാംഗ്വേജിന് അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് പറയുന്ന പേര് മാത്രമാണ്, അതോ പൊതുവെ ദ്വീപുകൾക്കൊക്കെ ജസരി എന്നുള്ള പ്രയോഗം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതുപോലെ ദ്വീപുകൾ വളരെ ചെറുതാണെങ്കിലും ഓരോ ദ്വീപുകളും തമ്മിലുള്ള ദൂരവ്യത്യാസം ചിലത് ഭയങ്കരമാണ്. അതായത് നമുക്ക് ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് അല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ, 1,00,000 ദ്വീപൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ 10 എന്താ പറയുക ജനവാസമുള്ള 10 ദ്വീപുകളും വളരെ സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ചില ദ്വീപുകൾ അടുത്തടുത്തുണ്ടാകും. കടമത്ത് അമിനി തൊട്ടടുത്താണ്, അല്ലെങ്കിൽ അഗത്തിയുടെ തൊട്ടടുത്താണ് ബംഗാരം ദ്വീപ്. അപ്പോൾ അങ്ങനെ ചില ദ്വീപുകളുണ്ട്. പക്ഷേ പൊതുവേ പല ദ്വീപുകളും തമ്മിൽ നല്ല ദൂരവ്യത്യാസമുണ്ട്. ഇപ്പോൾ കിലോമീറ്ററുകൾ ദൂരമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു ദ്വീപുക്കുള്ള ദൂരം ആ ദ്വീപിൽ നിന്ന് ചിലപ്പോൾ മിനിക്കോയിലേക്ക് ഉണ്ടാവാം. അപ്പോൾ ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ 200-300 കിലോമീറ്ററാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് കൊച്ചിയിലേക്കും ആലപ്പുഴയ്ക്കുള്ള ദൂരമാണ്. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യനും അവിടെയുള്ള മനുഷ്യനും ഒരു റോഡ് വഴിയെങ്കിലും കണക്ഷൻ ഉണ്ടാവും. എന്തുണ്ടാവും? നമ്മുടെ സംസ്കാരവും മറ്റൊക്കെ പെട്ടെന്ന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? കാലങ്ങളായിട്ട് ഓടങ്ങൾ വഴിയും വലിയോടങ്ങൾ വഴിയാണ്. അങ്ങനെ ഒരു നാവിഗേഷണൽ റൂട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിലും ചില രീതികളിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കിൽത്താൻ ദ്വീപുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഈ ഒരു കാറ്റുവിളിപ്പാട്ട് പോലെയുള്ള ചില പാട്ടുകൾ, ധോലിപ്പാട്ടുകൾ, അങ്ങനെ ഒരു പാട്ട് സംസ്കാരം കുറച്ചും കൂടി റിച്ചാണ്. ചിലപ്പോൾ ചില ദ്വീപുകളിൽ അത് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഈ മത്സ്യബന്ധന രീതികൾ പോലും നീന്തിപ്പോയി മീൻ പിടിക്കുന്ന രീതികൾ, ഈ തേങ്ങ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതൊക്കെ കിൽത്താനിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഭാഷയിൽ ഇപ്പോൾ ജസരിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പല ദ്വീപുകളിലും ഒരേ സാധനത്തിന് തന്നെ പല പേരാണ് പറയാം. ചിലപ്പോൾ സാമ്യമുള്ള പേരുകളുണ്ടാവും. പക്ഷേ ഇപ്പോൾ പറഞ്ഞ മാതിരി ലക്ഷദ്വീപുകാർ തമ്മിൽ തന്നെ നല്ല ഈ ഒരു ഒറ്റ ഗവൺമെൻറ്റിന് കീഴിൽ പോരാത്തതിന് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് കവരത്തിയിൽ വരികയും ഒരു കോളേജ് കടമത്ത് വരികയും ഒരു നഴ്സിംഗ് കോളേജ് കവരത്തിയിലൊക്കെ വരുമ്പോൾ എന്താണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി, അവരധികം ഗവൺമെൻറ് ജോലിക്കാരാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഓരോ ദ്വീപുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴക്കങ്ങൾ കൂടുകയാണ്, കല്യാണബന്ധം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, വിനിമയങ്ങൾ കൂടുകയാണ്. അപ്പോൾ വാക്കുകളിലൊക്കെ ഒരു യൂണിഫോമിറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പല ദ്വീപുകളിലും ചില കടലിലേക്ക് ബന്ധപ്പെട്ടുള്ള പദങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അകത്തിയിലൊക്കെ അത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ജസരി എന്ന് പറഞ്ഞ വാക്ക് കുറച്ചും കൂടി റീസെൻ്റാണ്. അത് ലക്ഷദ്വീപിലെ മലയാളം അല്ലെങ്കിൽ ലക്ഷദ്വീപുകാരുടെ ഭാഷയ്ക്ക് പണ്ട് ദ്വീപ് മലയാളം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിന് പുറമെ അപ്പോൾ തങ്ങളെ പോലെയുള്ള OCK തങ്ങളെ പോലെയുള്ളവരൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ജസരി എന്ന് പറഞ്ഞ പദം കോയിൻ ചെയ്തത്, ഇഫ് ഐ എം നോട്ട് റോങ്. അത് അവരുടെ ഒരു ഭാഷയ്ക്ക് സൂചിപ്പിക്കാൻ ഒരു പദം വേണമല്ലോ. ഇപ്പോൾ ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അവരെ സൂചിപ്പിക്കാനുള്ള ഫോർമൽ പദങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ദ്വീപുകാരെ കുറിച്ച് ദ്വീപുകാരെന്നോ നമ്മളെക്കുറിച്ച് വൻകരക്കാരെന്നോ കേരളക്കാരെന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സിൽ ഇപ്പോഴും ഇപ്പോൾ അവർ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും അവർക്ക് മറ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റികളെ പോലെ ഒരു പേരൊന്നുമില്ല. അവരുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെ ലക്ഷദ്വീപ്, മിനിക്കോയി ആൻഡ് അമിനി ദ്വീപിലെ രക്ഷിതാക്കൾ ജനിച്ചു വളർന്ന ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണന അല്ലെങ്കിൽ റെക്കഗ്നീഷൻ എന്നുള്ള രീതിയിലാണ് സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുന്നത്. അവരുപയോഗിക്കുന്ന ദ്വീപുകാർ എന്ന് പറഞ്ഞാൽ പോലും പദങ്ങൾക്ക് പോലും ഒരു ഗവൺമെൻറ് റെക്കഗ്നീഷൻ വന്നിട്ടില്ല. അത് വളരെ വലിയൊരു ദുരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അപ്പോൾ അവർ ഒബ്വിയസ്ലി അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അതെന്തായാലും അഫിർം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദ്വീപുകാർ എന്ന് പറഞ്ഞ പദം, ജസരി എന്ന് പറഞ്ഞ പദമൊക്കെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെതായിട്ടുള്ളൊരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അത് നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലബാറിൻ്റെ ഒരു വലിയ ശ്രേണിയുടെ ഉള്ളിൽ പെടുത്തി ശ്വാസം മുട്ടിപ്പിക്കാൻ അനുവദിക്കരുതല്ലോ. കുറച്ചുകൂടെ റിലീജിയസ് ആണ് അവിടുത്തെ സിസ്റ്റം ഒക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മദ്രസ ട്രഡീഷൻ, ദർസ് ട്രഡീഷൻ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടും നോൺ റിലീജിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് വളരെ വിപുലമാണ്. അവിടുത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം, റിലീജിയസ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എങ്ങനെയാണ് അവിടുത്തെ എഡ്യൂക്കേഷണൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന്? അത് നല്ല ചോദ്യമാണ്. കാരണം ലക്ഷദ്വീപിൽ നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളുടെ പല സുഹൃത്തുക്കൾ ദർസുകളിലായിട്ടും ദാവ കോളേജിലൊക്കെ ദ്വീപിൽ നിന്ന് വന്നിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ പല മതവിദ്യാഭ്യാസ എന്താ പറയുക രീതികളുണ്ടായിരുന്നു. അതിന് അവർക്ക് മലബാറായിട്ട് നല്ല കണക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല തങ്ങന്മാരും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയവരും, കാസിം അലിയുള്ളാൻ്റെ കടക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കവരത്തി ദ്വീപിൽ പോയതൊക്കെ ഇവിടെ നിന്നാണ് പോയത്. നേരെ മറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്ന പണ്ഡിതന്മാരും ഇപ്പോൾ എന്താ പറയുക ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആലി മുസ്ലിയാർ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ 921 മലബാർ സമരത്തിൻ്റെ നായകൻ, അദ്ദേഹം ആക്ച്വലി കവരത്തിയിൽ ദർസ് ഓതുകയും അവിടെ
ദർസ് നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ആ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒഴുക്ക് മലബാറായിട്ടും പ്രത്യേകിച്ച് മംഗലാപുരമായിട്ടും ഉണ്ട്. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഈ ഒരു തെക്കൻ കോറമണ്ടൽ കനറ കോസ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. മംഗലാപുരം, കാസർഗോഡ്, കണ്ണൂർ, ഇതായിട്ട് ഈ പറയുന്ന കോഴിക്കോട്, ബേപ്പൂര്, കൊച്ചിയിലേക്കാൾ ബന്ധമുണ്ടെന്ന് ഞാൻ പറയും, വടക്കൻ ദ്വീപുകൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ അവിടുന്ന് നല്ലൊരു പണ്ഡിത വിജ്ഞാന ഒഴുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ഓത്തുപള്ളി സംവിധാനത്തിനോട് തത്തുല്യമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിൻ്റെ ഒരു ഗവേഷണ മേഖല അല്ലാത്തതുകൊണ്ട് അങ്ങനെ ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള ചില ആളുകളൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യം, അവിടെ ഓത്തിനിരുത്താൻ അവിടുത്തെ കാരണവന്മാർ, മൊല്ലാക്കന്മാരെ പോലെ അവർ ബെഞ്ചിൽ തടിയിൽ ഇരുത്തിക്കൊണ്ട് ഖുറാനൊക്കെ എഴുതി കൊടുത്ത് ചോക്കേറ്റ് എഴുതിയിട്ടും മണലിൽ എഴുതിയിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോഴും ഞാൻ അവിടെ കവരത്തി ദ്വീപിൽ അങ്ങനത്തെ ഒരു കാരണവരെ കണ്ടിരുന്നു, ഒരു ഇക്കാക്കനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ശക്തമായിട്ട്, അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നല്ല പ്യുവർ ജസരിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾക്ക് ഇപ്പോഴും മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് പോലും അദ്ദേഹം എന്തുണ്ട്, വൈകുന്നേരം മഗ്‌രിബിന് മുന്നേ അസറിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഓത്തിനിരുത്തിക്കാണ്ട് ഒരു ബെഞ്ചിലിരുത്തിക്കാണ്ട് മൂപ്പരെന്ത് ചെയ്യും, ഓത്തിനുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കും. എന്നിട്ട് അവിടെ മഷിത്തണ്ട് പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള ഒരു ചെടിയുണ്ട്, കടൽ ചെടി, അത് ഉപയോഗിച്ചിട്ടാണ് അവർ മായ്ക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയുണ്ട് കവരത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പോലെ ഈ ഓത്തുപള്ളി സംവിധാനവും ദർസുമൊക്കെ കേരളത്തിനായിട്ട് സമാനമായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഒഴുക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് മലബാറിനായിട്ടൊന്നും ഒരു കണക്ഷൻ ഇല്ലാതെ ഈ അടുത്ത് തുടങ്ങിയതാണെന്നുള്ളത്. പണ്ട് കാലം മുതലേ പണ്ഡിതന്മാരുടെയും വിജ്ഞാനദാഹികളുടെയും ഒരു ഒഴുക്ക് ലക്ഷദ്വീപും മലബാർ മാത്രമല്ല, ഈ തെക്കൻ കനറ കോസ്റ്റും മംഗലാപുരം അടക്കമുള്ള ഉള്ളാളടക്കമുള്ള മേഖലകളായിട്ടുള്ളൊരു ബന്ധം ദ്വീപുകാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ അവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അന്നും ഇന്നും ഒഴുകുന്നുണ്ട്. ഈ ദ്വീപുകളിലൊക്കെ ഈ അവിടുത്തെ ആളുകൾക്ക് മതപരമായ ഈ വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ അവർക്ക് ഈ അവിടുത്തെ മഹാന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈമാനികമായിട്ടുള്ള ഒരു വിശ്വാസം, അതാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോർമലി മദ്രസകളിലൊക്കെ പഠിച്ചുണ്ടാവുന്ന തരത്തിലുള്ളൊരു തരം ഇസ്ലാമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിന് പുറമെ പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഇസ്ലാമിനെയാണ് അവർ പിന്തുടരുന്നത്. ഇതിലൊക്കെ ഞാനെപ്പോഴും മറുപടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്നത് ഞാനൊരു ആന്ത്രോപോളജിക്കൽ സ്റ്റഡിയാണല്ലോ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇടപഴക്കങ്ങൾ ഉണ്ടാകുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കരുത്. ഞാൻ ദ്വീപുകാരം മൊത്തത്തിൽ അവരിങ്ങനെയാണെന്ന് പറഞ്ഞു വെക്കുന്നതായിട്ട് ഒരിക്കലും കരുതരുത്. എൻ്റെ ഇൻ്റർലൊക്കേറ്റേഴ്സ്, എൻ്റെ കൊലാബറേറ്റേഴ്സ് ദ്വീപിൽ അധികവും ഫിഷേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അറിയാം, മലബാറിലടക്കമുള്ള മീൻപിടുത്തക്കാരായിട്ട് കടലിനായിട്ട് ബന്ധപ്പെട്ടിരുന്നവരുടെ ഈമാനിന് ഒരു പവർ തന്നെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർ അത്രക്കും അനിശ്ചിതങ്ങളായിട്ട് ഇടപഴകുന്നവരാണ്. കടലിൽ അവർക്ക് അള്ളാഹു ഇല്ലാതെ ആരുമില്ല. കടലിൻ്റെ അനിശ്ചിതങ്ങൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട്, നിസ്കരിക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ഫീലിങ്ങിനെ പറ്റി പറയുന്നത് എന്താ, കടലിൻ്റെ നടുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനേക്ക് കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു ഇത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അള്ളാഹ് അല്ലാതെ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വേറെയുള്ള ഭൗതിക കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടലിൻ്റെ നടുക്ക്, കടലിൻ്റെ താഴെ ഇത്രയും ഒരുപാട് നമുക്ക് അറിയാത്ത തരത്തിലുള്ള ജന്തുജാലങ്ങളുണ്ട്. നമ്മൾ സുജൂദ് ചെയ്യണം അവിടെ. അപ്പോൾ ഉണ്ടാകുന്നൊരു വിശ്വാസത്തിൻ്റെ പവർ ഉണ്ടല്ലോ. അതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞു മദ്രസയിൽ നിന്ന് അവർക്ക് ശീലിപ്പിച്ചു കൊടുത്ത പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു വിവരമാവില്ല. അവർക്ക് അനുഭവസ്ഥരായിട്ടുള്ള ഒരു അനുഭവ പാരമ്പര്യമാവാം. ആ അനുഭവ പാരമ്പര്യത്തിൽ എന്തുണ്ട്, ഈ പറഞ്ഞ മഹാന്മാർക്ക് റോളുണ്ട്, ഈ മഹാന്മാരുടെ കറാമത്തുകൾക്ക് റോളുണ്ട്. അവർ ഒരുപാട് കടലിനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കറാമത്ത് കഥകളുണ്ട് അവിടെ. ഈ മഹാന് ഇപ്പോൾ അവർ പണ്ടൊക്കെ പിടിച്ചിരുന്ന ഒരു സാധനമാണ് കടലിറച്ചി എന്ന് പറയുന്ന ഡോൾഫിൻ. കാരണം ഡോൾഫിൻ എന്താണ്, സർഫേസ് സ്വിമ്മിങ് ആയിട്ടുള്ളൊരു മാമലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല അവർ ഈ കുറേ ദിവസങ്ങളായിട്ടുള്ള കടലിലുള്ള സഞ്ചാരത്തിൽ ഏറ്റവും പിടിക്കാൻ സുഖമുള്ള ഒരു സാധനമാണ് ഡോൾഫിൻ. ആ ഡോൾഫിനെ പിടിക്കാൻ, അതിനെ ഉണക്കി, അതിനെ പുഴിഞ്ഞു വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഡോൾഫിനായിട്ട് ബന്ധപ്പെട്ട് കുറേ സൂഫി കഥകളുണ്ട്. ഡോൾഫിൻ മനുഷ്യന് മാതിരി കരയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു സൂഫി വര്യൻ്റെ ശാപം കിട്ടിയ മനുഷ്യരാണ് ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നേരെ മറിച്ച് ഡോൾഫിന് ഭയങ്കര ഫിഷേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരും ഡോൾഫിനെ പിടിക്കുക കഴിക്കുകയൊന്നുമില്ല. ഒന്നാമത് ഗവൺമെൻറ് വിലക്കിയൊരു സംഗതിയാണ്. മാത്രമല്ല അതിനേറ്റവും ഒരു വാത്സല്യമായിട്ടുള്ളൊരു ബന്ധമാണ് ചില ഫിഷേഴ്സിനൊക്കെ ഉള്ളത്. അവർ ചൂര ഉള്ള സ്ഥലത്തിലേക്ക് വഴി കാണിക്കും എന്നൊക്കെ പറയുന്നത്. പിന്നെ മനുഷ്യൻ കരയുന്ന മാതിരി കരയുന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കുറേ, അതേപോലെ ഐക്കോറായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കരട്ടി മത്സ്യത്തായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ട്രിഗർ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. അത് പണ്ട് അവർ എണ്ണ ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ എണ്ണ വിളക്ക് കത്തിക്കാനും. അപ്പോൾ അതേപോലെ ആമയുടെ നെയ്യ് അവർ ബോട്ടിന് വാക്സ് ചെയ്യാനും. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ റിസോഴ്സുകൾ
ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, അവിടുത്തെ പല മറൈൻ റിസോഴ്സുകൾ അവരുടെ നിത്യോപയോഗ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ നെയ്യായിട്ടും എണ്ണായിട്ടും വാട്ടർ പ്രൂഫിങ് ഏജൻ്റായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ മഹാന്മാരായിട്ട് ബന്ധപ്പെട്ട് കുറേ കറാമത്ത് കഥകളുണ്ട്. അവർ തുടക്കം കുറിച്ച് കുറേ അനുഷ്ഠാനങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി ഹുജറ പള്ളികളിലെ റാത്തീബുകൾ അതൊക്കെ അവരെന്നും നിർവഹിക്കുന്നുണ്ട്. അത് നിർവഹിക്കാഞ്ഞാൽ അതിനൊക്കെ കുറേ ചിലയിടത്തൊക്കെ അതിൻ്റെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് ചില ഫിഷേഴ്സാണ് ചിലയിടത്തൊക്കെ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് കിട്ടിയൊരു അറിവാവണമെന്നില്ല. ഈ പറഞ്ഞതുപോലെ പാരമ്പര്യമായിട്ട് അവരുടെ ഒരു അനുഭവ പരിസരത്തിൽ നിന്നുണ്ടാവുന്ന വിജ്ഞാനങ്ങളായിരിക്കാം. അവസാനമായിട്ട് ഞാൻ അഗത്തിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, നമ്മൾ തിർമിദിയിലേറ്റുള്ള ഒരു ഹദീസ് പറയുന്നുണ്ട്, വിജ്ഞാനം അല്ലെങ്കിൽ സീക്കേഴ്സ് ഓഫ് നോളജ്, നമ്മൾ അറിവ് അന്വേഷകർക്ക് അള്ളാഹുവിൻ്റെ മാലാകമാരടക്കം എന്ത് ചെയ്തെടുക്കും, ചിറക് വിരിച്ചു കൊടുക്കും. കടലിൻ്റെ ആഴത്തട്ടിലെ മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുള്ളതാണ്. അപ്പോൾ പടച്ചോൻ എന്താ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒരു അറിവന്വേഷണത്തിൻ്റെ പാതയിലാണ് എന്നുള്ളൊരു സുദീർഘമായിട്ടുള്ളൊരു നെയ്യത്ത് വെച്ച് മുന്നോട്ട് നീങ്ങുന്ന നമ്മൾക്ക് എല്ലാവർക്കും കടൽ തട്ടിലെ മത്സ്യങ്ങളുടെ അടക്കം പൊറുക്കലിനെ തേടലിനെ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.